മിസ് ജോയിൻ ചെയ്തോ? ഇല്ല. 1:33 ടെക്നിക്കൽ ടീം ഉണ്ട്. മാം നമ്മളോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നില്ല പ്രയർ ഒക്കെ ചൊല്ലിയിട്ട്. പ്രയർ ആരാന്ന് വെച്ചാൽ ചൊല്ലിക്കോട്ടാ, മിസ് വരും. പ്രയർ ആരാടാ? ഇന്ന് പ്രേയർ ആരും പേര് കൊടുത്തിട്ടില്ല. ആരെങ്കിലും പറയാം. ആർക്ക് വേണമെങ്കിലും പ്രയർ ചെയ്തോളൂ, ആരാണെങ്കിലും കുഴപ്പമില്ല. പ്രയർ ഞാൻ ചെല്ലട്ടെ? ചൊല്ലിക്കോ. പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ, സർഗ പ്രതിഭാസമേ, പ്രണമിക്കുന്നു ഞങ്ങൾ. പ്രസാദമരുളേണമേ. അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി. അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി. വിശ്വം മുഴുവൻ വീടായി മാറ്റും വിജ്ഞാനനിധി തേടുന്നു ഞങ്ങൾ, വിജ്ഞാനനിധി തേടുന്നു. താങ്ക് യു. സൈൻ ചെയ്യണം. സൈനിൻ ആരാണ്? ഞാനാണ്. മാം വന്നിട്ട് ചെയ്യാം. ചെയ്യാം. Good afternoon all. A very warm welcome to Disha Mass and my dear friends. We are very eager to learn from you. And today, my friends are doing a seminar. I wish all of them a good luck. And I am really excited. Thank you. Welcome, ma'am. Very good afternoon to all of you. Okay. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Afternoon, ma'am. Good afternoon. എന്റെ ലാപ്ടോപ്പിലെ ക്യാമറയല്ല, എന്റെ അല്ലാതെ ഒരു എക്സ്റ്റേണൽ ക്യാമറയായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇതിലേക്ക് ഓൺ ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മേക്കപ്പ് ഇടാൻ അത്ര ഇഷ്ടമല്ല. അപ്പൊ ഈ ക്യാമറ തന്നെ മേക്കപ്പ് ഇടും, ഒരു ടച്ച് അപ്പ് അപ്പിയറൻസ് ഒക്കെ കൊടുക്കും. അത് ചെയ്യുമ്പോഴാണ് ഡിലേ ആവുന്നത്. ഓക്കെ, നമ്മുടെ സ്കിൻ ചീത്തയാക്കട്ടല്ലോ, ക്യാമറ മേക്കപ്പ് ഇട്ടുള്ളൂ, ടച്ചപ്പ് അപ്പിയറൻസ് ഒക്കെ കൊടുത്ത് അങ്ങ് വന്നിരിക്കും. ഓക്കെ, ഫൈൻ. എന്താ പ്രസന്റേഷൻ എന്നൊക്കെ പറയണ്ടായിരുന്നു? നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹൈജീനിലെ 6 പോയിന്റ്സ് ആണോ? Yes, ma'am. ഹെൽത്ത് എഡ്യൂക്കേഷന്റെയാണ് മാം, എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതാണോ? ഓക്കെ ഓക്കെ. അല്ല, പ്രസന്റേഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താന്ന് വിചാരിച്ചു. ഓക്കെ, അതിനു മുമ്പ് കുറെ നിങ്ങൾക്ക് റെക്കോർഡ് നേരത്തെ കിട്ടിയത് കൊണ്ട് റെക്കോർഡിൽ എന്ത് എഴുതണം എന്നൊരു സംശയങ്ങളൊക്കെ പറഞ്ഞു. ഓഫീസിലേക്ക് മെസ്സേജ് വന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യണം, അങ്ങനെ കുറെ സംശയങ്ങളുണ്ട്. നമുക്ക് ഇപ്പൊ അത് ക്ലിയർ ചെയ്യണോ അതോ പിന്നെ ക്ലിയർ ചെയ്യണം? ഇപ്പൊ തന്നെ ചെയ്ത ക്ലാസ് ഒത്തിരി പതുക്കാവില്ലേ? പിന്നൊരു ദിവസമാണേലും കുഴപ്പമില്ല. പിന്നൊരു ദിവസം മതിയോ? പക്ഷെ ഓഫീസിൽ ഇങ്ങനെ കൊറി വന്നോണ്ടിരിക്കുമ്പോ ഓഫീസിൽ നിന്ന് എന്നോട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണേ പറഞ്ഞു.
മാം ഇപ്പൊ Okay, തന്നെ okay. ക്ലാസ്സിൽ പറഞ്ഞേക്കോ, ബിക്കോസ് അതിലൊരു മെസ്സേജ് വന്നത് ക്ലാസ്സിൽ ജിഷ മാം ക്ലിയർ ചെയ്യും ഡൗട്ട്സ് എല്ലാം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഡൗട്ട്സ് ചോദിക്കും? മാം റെക്കോർഡും മറ്റേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിലൂടെ നമ്മളിങ്ങനെ കാണിക്കുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെ കാണിക്കുമ്പോൾ അത് എത്ര എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണ്. നമ്മൾ റെക്കോർഡിൽ എഴുതേണ്ട കാര്യങ്ങള് അങ്ങനെ നിങ്ങൾക്ക് തെറ്റിപ്പോകും, അയ്യോ ഇതിങ്ങനെ തന്നെയാണോ, അങ്ങനത്തെ ഒരു കാര്യവുമല്ല റെക്കോർഡിൽ എഴുതുന്നത്. നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് സ്വന്തം, ഇപ്പൊ എനിക്കിപ്പം ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് ഒരു റൈം എഴുതണം, ഞാൻ എന്റെ തല ഉപയോഗിക്കും എന്തൊക്കെ എഴുതണം എന്നുള്ളത്. എവിടെയും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, ഞാൻ തന്നെത്താൻ ഇരുന്ന് എഴുതും. അവിടെ ശരി തെറ്റില്ലല്ലോ. ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഞാൻ പറയുള്ളൂ, കൊച്ചു കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആകണം. വലിയ കട്ടി വാക്കുകളൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്ത് വളരെ റൈമിംഗ് ആയിട്ട് അവർക്കത് താളത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. കാരണം കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി വലിയ ലെക്ചർ ക്ലാസ് നിങ്ങൾ ഹെൽത്ത് നോക്കണം, അങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അവരുടെ രീതിക്ക് കൊണ്ടുപോകണമെങ്കിൽ വിഷ്വൽസ് വേണം, പിന്നെ ഇമേജുകൾ വേണം, ചെറിയ രീതിയിലുള്ള പ്രസൂബ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, താങ്ക് യു. പല രീതിയിലുള്ള റോൾ പ്ലേ ചെയ്യിക്കണം അവരെയൊക്കെ കൂടെ കൂട്ടിയിട്ട്. നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാറില്ലേ, ഇങ്ങനെ കൈ കഴുകടേറ്റയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറോണയുടെ ഷേപ്പിൽ ഒരെണ്ണം അങ്ങനെ ആക്രമിക്കാനായിട്ട് വരും, കൈ കഴുകുമ്പോൾ അത് ഓടിപ്പോകുന്നു, നശിച്ചു പോകുന്നു പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ റോൾ പ്ലേ അവരുടെ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പൊ ടീച്ചറും കുട്ടിയും കൂടിയുള്ള ഒരു റോൾ പ്ലേ ആണെന്ന് വിചാരിച്ചു. അപ്പൊ കുട്ടി നഖം വെട്ടുന്നില്ല, അപ്പൊ ടീച്ചർ അതിന് വേണ്ടിയിട്ട് കുട്ടിയുടെ അടുത്തൊരു കഥ പറയുന്ന പോലെയോ അങ്ങനെ എന്ത് ആക്ടിവിറ്റീസും നിങ്ങൾ സെലക്ട് ചെയ്യാം. അതേ ഉള്ളൂ. അല്ലാണ്ട് ശരി തെറ്റെന്നുള്ളത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേ ഇല്ല. ഒരാൾ ഇപ്പൊ വായിക്കുവാണ്, പ്രൊനൗൺസിയേഷൻ വളരെ പലരും പല രീതിയിലായിരിക്കും, പല വേർഡ്സ് ഇൻക്ലൂഡിങ് മീ. എനിക്ക് പേര് പ്രൊനൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ലോ ആണ്, എനിക്ക് കറക്റ്റ് പേര് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അപ്പൊ ചില വേർഡൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വിചാരിക്കില്ലേ? പക്ഷെ വേറൊരാൾ അതിനെ രണ്ടാമത് റീഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വായിക്കുമ്പോൾ നേരത്തെ കേട്ടാളോ ഇങ്ങനെ വായിച്ചാൽ അത് കുറച്ചുകൂടെ നന്നാവും. അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരാൾ ചെന്ന് മറ്റേ ആളെ കറക്റ്റ് ചെയ്യില്ല. അവനവനെ തന്നെ കറക്റ്റ് ചെയ്യുക, ഓട്ടോ കറക്ഷൻ, സെൽഫ് കറക്റ്റിംഗ് ആണ് ഇവിടെ. അങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ രാഗി മുറിച്ച് കൂട്ടുക എന്നോ എന്തൊക്കെയോ പറയില്ലേ, കൂകി തെളിയുക, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ശരിയോ തെറ്റോ എന്ന് ഇവിടെ ആരും ജഡ്ജ് ചെയ്യില്ല. അതേസമയം നിങ്ങൾക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യുക. ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് ശരിയാകുമോ, ഇങ്ങനെ എനിക്ക് ചെയ്യാമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്ന ഡൗട്ട്സ് ആണ്. ഞാൻ പേജ് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിട്ട്, നിങ്ങളുടെ റെക്കോർഡാണ്, നിങ്ങളുടെ അസൈൻമെന്റ് ആണ്, നിങ്ങളുടെ മെറ്റീരിയൽസ് ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ഡിസൈൻ ചെയ്യാം. ഇത് തെറ്റിപ്പോയെന്ന് ഒന്നും പറയാൻ ആരും വരില്ല, ജഡ്ജ് ചെയ്യാനൊന്നും ആരും വരില്ല. പിന്നെ ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞേക്കാം, നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ചെയ്ത് വെക്കുമ്പോഴുണ്ടല്ലോ 100 മാർക്കാട്ടോ മെറ്റീരിയൽസ് ചെയ്യണേന്. 21ഓളം മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതൊക്കെ തരും. അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചേക്കണം. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളും കൂടെ അതിന്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്താൽ അത്രയും നന്നായിരിക്കും. കാരണം നമ്മളുടെ ആണെന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് കൺഫേം ആവുമല്ലോ. അങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കണം. ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വൈവയുടെ സമയം എന്ന് പറഞ്ഞാൽ കോഴ്സ് തീരാറാകുമ്പോഴേക്കായിരിക്കും വൈവ വരുന്നത്. തീരാറെന്ന് പറഞ്ഞാൽ പാർട്ട് 3 എടുത്ത് പകുതി കഴിയുമ്പോഴേക്കും വൈവ തുടങ്ങും. ഒരു 8-9 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കും കോഴ്സിന്റെ. അപ്പൊ ആ സമയത്ത് അയ്യോ ഞാൻ ഉണ്ടാക്കി വെച്ച മെറ്റീരിയൽസ് മുഴുവൻ നാശമായി പോയി, കുട്ടിയെടുത്ത് കളിച്ചു, അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ വാങ്ങി വെക്കും. നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, തരാൻ പറ്റില്ല, നമ്മൾ പറയില്ല, നമ്മൾ കൊടുത്തു പോകും. അപ്പൊ ഈ രണ്ടാമതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടാ പറയണേ, ആദ്യം തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം ഇത് കാണിക്കാൻ നിർത്തതൊന്നും ഇല്ലെങ്കിലും ഒന്നും പേടിക്കേണ്ട, ആ ഫോട്ടോ ഈസ് ഇനഫ്. പക്ഷെ അവിടെ ഒരു സെൽഫി പിക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിന്നിട്ട് എടുക്കണം. അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുറെ മുമ്പുള്ള ഒരു ബാച്ചില് ഈ കുട്ടികൾ ഇതെല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇടും, അവരുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ കേട്ടോ. വൈവ സമയമായപ്പോ 3 പേര് സെയിം പിക്ക് അയച്ചു തന്നേക്കും. എനിക്ക് വീട്ടിലല്ല, മെറ്റീരിയൽസ് വീട്ടിലാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഹസ്ബൻഡിന്റെ വീട്ടിലാണ്, ഞാൻ ഇവിടെ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തന്നപ്പോ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ 3
ഇപ്പൊ എന്റെ നമ്പർ മാത്രമേ ഓഫീസിൽ കൊടുക്കാറുള്ളൂ, ബാക്കി ടീച്ചേഴ്സിന് കൊടുക്കില്ല. അപ്പൊ ഏത് ടീച്ചർ വൈവ എടുത്താലും എന്റെ നമ്പറിലേക്ക് എന്റെ ഫോട്ടോ അയക്കാൻ പറയും. മൂന്നും കൂടെ ഒരുമിച്ച് എനിക്ക് വന്നപ്പോ ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്ക് വിഷമം തോന്നി, അതൊരു സങ്കടം തോന്നി. കാരണം നമുക്ക് എന്തൊക്കെ നമ്മുടെ സ്വഭാവത്തില് എന്തെങ്കിലും ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും അതൊക്കെ ഇവിടെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് നല്ല തെളിഞ്ഞു പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഇതെന്ന് അഹങ്കരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്റെ അഹങ്കാരത്തിന്റെ മുന ഒടിക്കും. അതോടുകൂടി എനിക്ക് മനസ്സിലായി സംഭവം ഇതില് ആര് ചെയ്തു എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും. അങ്ങനെ 3 പേരോടും സംസാരിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. ഒരാൾ എന്നോട് ചൂടായി, ദേഷ്യപ്പെട്ടു, എന്റെ അടുത്ത് ഷൗട്ട് ചെയ്തു. ഒരു കുട്ടി പറഞ്ഞു ഞാനാണ് ചെയ്തത്, പക്ഷെ എനിക്കതിന് പ്രത്യേകിച്ച് പ്രൂഫൊന്നും ചെയ്യാനില്ല. അപ്പൊ ആ കുട്ടിയാണ് ചെയ്തതെന്നുള്ളത് ഉറപ്പായി. ഒരാൾ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഞാൻ വളരെ ശാന്തമായിട്ട് സംസാരിച്ചത്. 3ാമത്തെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു, വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ. പിന്നീട് അതെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മിസ് അത് ഒന്നും ഞാൻ ചെയ്തതല്ല, ഞാൻ ഈ പ്രൊഫഷണൽ യോഗ്യല്ല, ഞാനിത് നിർത്തുകയാണ്. അപ്പൊ കഴിയാറായി, എക്സാമും കഴിഞ്ഞിട്ടെങ്ങാണ്ടായിരുന്നു ആ കൊച്ചിന് വൈവാൻ തോന്നുന്നു കുട്ടിക്ക്. അപ്പൊ ഞാനിത് നിർത്തുകയാണ്, ഞാനിതിന് ഫിറ്റ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അത് തന്നെ ആ കുട്ടി അപ്പം സ്വയം ശുദ്ധീകരിച്ചു അല്ലെ, സെൽഫ് പ്യൂരിഫിക്കേഷൻ അവിടെ നടന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ചിന്തിക്കേ വേണ്ട, ഇപ്പൊ എനിക്ക് ഉറപ്പായി ഈ ജോലിക്ക് ഏറ്റവും യോഗ്യതയുള്ളത് ആ കുട്ടി തന്നെയാന്ന് എനിക്ക് ഉറപ്പായി. സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വേറെ ആരും ഇത് അറിയണ്ട. അപ്പൊ എന്നോട് ഞാൻ ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചിക്ക് അമ്മ സുഖമില്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ ആ അമ്മയുടെ ബെഡിനടുത്ത് ഇരുന്നു കൊണ്ട് എല്ലാം ഞാൻ ചെയ്യാനൊന്നും പറഞ്ഞില്ല, എല്ലാ മെറ്റീരിയൽസും ചെയ്തിട്ട് എനിക്ക് എങ്ങനെ അയച്ചു തന്നെന്നറിയോ, ഞാൻ സംസാരിക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒന്നും ഇതിന്റെ ഫേസ് കാണുന്നില്ല. ഈവൻ വാട്സാപ്പ് ഡിപിയിൽ പോലും ഫേസ് ഇല്ല. ആ കുട്ടി ആ മെറ്റീരിയൽസ് എല്ലാം നിരത്തി വെച്ചിട്ട് അതിന്റെ മുന്നിൽ നിന്ന് ഓരോന്നിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ആണ് എനിക്ക് അയച്ചത്. ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറഞ്ഞതേ ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിക്ക് അയക്കുമ്പോൾ നിങ്ങൾ നിന്നിട്ട് അയക്കണം. ഇനി ഇപ്പൊ കുറെ ടൂൾസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സ്നേഹത്തോടെ കാര്യങ്ങൾ പറയുമ്പോൾ ആരും അങ്ങനെ ചെയ്യുന്ന ആരും ഉണ്ടെന്ന് ഞാൻ എല്ലാ ബാച്ചിലും പറഞ്ഞു കേട്ടോ ഇത്. കാരണം അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ തോന്നി എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ അങ്ങനെ നമ്മള് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട്, പിന്നെ പേഴ്സണലി എന്നോട് കുറെ പേര് വീട്ടിലെ ബുദ്ധിമുട്ടുകളും പലതും പറയും, എനിക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം ചിലർക്ക് ഈ കഴുത്തിന് വേദന, തൈറോയ്ഡ് ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് നല്ലപോലെ ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ കട്ട് ചെയ്യുന്നത് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ആരാണെന്നാണ് എനിക്കൊരു ഓർമ്മ തോന്നുന്നു. അത് കട്ട് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. എനിക്ക് ഇത്തിരി സമയം തരുമെന്ന് ചോദിച്ചു. എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ല പറഞ്ഞു കേട്ടോ. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറേ. എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇത്തിരി സമയം തരുമെന്ന് ചോദിച്ചു. വീട്ടിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനും ആരുമില്ല. അതെനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, 4ഓ 5ഓ തൽക്കാലം നിങ്ങൾ ആൽഫബറ്റ്സ് ആണെങ്കിലും ഈ സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. 4ഓ 5ഓ ലെറ്റേഴ്സിന്റെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും, അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്കിത് നല്ലപോലെ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എല്ലാ ലെറ്റേഴ്സും ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഏതെങ്കിലും കുട്ടികൾക്ക് ഉപകാരപ്പെടുമല്ലോ. നമ്മുടെ വീട്ടിലെ കുട്ടികളെ തന്നെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് ചെയ്യുന്നത് ഞാൻ തെറ്റിപ്പോയിന്നോ എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് അയച്ചത് ശരിയായോ എന്ന് ചോദിച്ചാൽ പോലും ഞാൻ ഗോ ഹെഡ് എന്നേ പറയുള്ളൂ, വെരി ഗുഡ് ഗോ ഹെഡ് എന്നാ പറയുള്ളൂ. കാരണം അവനവന്റെ ക്രിയേറ്റിവിറ്റിയില് നമ്മൾ കൊച്ചു കുട്ടികള് ആദ്യമായിട്ടൊക്കെ പടം വരയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് പടം വരയ്ക്കും, അവർക്ക് തോന്നിയ കളറൊക്കെ ചെയ്യും. അപ്പൊ മരത്തിനിങ്ങനെ ഒരു സൈസ് ബ്രൗൺ കളർ ആണല്ലോ വലിയ, അതിന്റെ ആ ബാർക്കിന്റെ ആ മരത്തിന്റെ തൊലിക്ക് അങ്ങനെ ഒരു കളർ ഉണ്ടല്ലോ. ചില മരത്തിനൊക്കെ അല്ലേ പച്ച കളർ വരും. അപ്പൊ ചില കുട്ടികൾ ചിലപ്പം റെഡൊക്കെ എഴുതി വെക്കും. ആ കൊച്ചിന്റെ അടുത്ത് നീ ഇത് എന്ത് പണിയാ കാണിച്ചിടണേ, ചുമന്ന മരം ഉണ്ടോ, ഇങ്ങനെയാണോ ചെയ്തു വെക്കണേ, മാവ് വല്ലതും വരച്ചാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കുട്ടി എന്താ ചെയ്യണ്ടേ, പുറത്തേക്ക് ഇറക്കണം. ഈ പോയി ആ മാവ് നോക്കിയിട്ട് വരും, അതിന്റെ കളർ എന്താന്ന് നോക്കൂ, അതിന്റെ ലീഫിന്റെ കളർ എന്താന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് കുട്ടിയെ വിടും. അപ്പൊ കുട്ടി പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ട് ഇതാണ് അതിന്റെ കളർ, അവൻ കറക്റ്റ് ചെയ്യും, തന്നെ കറക്റ്റ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ആദ്യം അവൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇവിടെ ഡോണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കഴിഞ്ഞൊരു ബാച്ചിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണേ.
നമുക്ക് 5 റെക്കോർഡ് എഴുതാനുണ്ട്. അതിൽ സ്റ്റോറി എഴുതേണ്ട ഒരു റെക്കോർഡ് ഉണ്ട്. സ്റ്റോറി എഴുതേണ്ട റെക്കോർഡ് പറയുമ്പോ എനിക്ക് തോന്നുന്നു എന്നെ മനസ്സിൽ ചീത്ത വിളിച്ചവരുണ്ടാവുമായിരിക്കും. മിക്ക ബാച്ചിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞവരുണ്ട്, എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഞാൻ ഇതുവരെ എഴുതിയിട്ടൊന്നുമില്ല, എങ്ങനെയാ തന്നെത്താനെയൊക്കെ കഥ എഴുതുന്നത് എന്നൊക്കെ ചോദിച്ചവരുണ്ട് കേട്ടോ. അപ്പൊ കഴിഞ്ഞൊരു ബാച്ചിന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ആണ്, ഞാൻ അതായത് ആ റെക്കോർഡിൽ നമ്മൾ ഇത്ര തീമാ പറയുന്നത്, ഇത്ര എണ്ണം ഓരോ തീം കൊടുക്കും, അതിനനുസരിച്ചുള്ള മോറൽ സ്റ്റോറീസ്, നല്ലൊരു മോറൽ വാല്യൂ കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിലുള്ള കഥ എഴുതുക, അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറീസ്. അപ്പം അത്രയും എഴുതിയതിനു ശേഷം ഞാൻ ഇപ്പൊ കൂടുതൽ മോറൽ സ്റ്റോറീസ് എഴുതുവാണെന്ന്, അതിലില്ലാത്തതും കൂടെ എഴുതിക്കൊണ്ടിരിക്കുക എന്നൊരു കുട്ടി പറഞ്ഞു. അതായത് മറ്റു കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കാനും. എല്ലാരും പറയുന്ന ഒരേ കഥ പറയുന്നതിനേക്കാളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത കഥ പറയുമ്പോൾ അതിന്റെ രസം ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ അത് വേറൊരു കുട്ടി പറഞ്ഞു, ഞാൻ ഏറ്റവും വെറുക്കുന്ന റെക്കോർഡാണ് അതെന്ന് പറഞ്ഞു. അപ്പൊ അത് ഓരോ മനുഷ്യരും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഒരു പ്രശ്നം. ചിലർക്ക് പറ്റില്ല, സ്റ്റോറി ഇംഗ്ലീഷാണ്, പക്ഷേ ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് മലയാളത്തിലാണ് വരുന്നതെങ്കിൽ മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ട്രാൻസ്ലേഷൻ തരുന്ന ടൂളുകൾ, ആപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി ആവണമെന്നേ ഉള്ളൂ. ഇംഗ്ലീഷിൽ പറ്റണില്ല, മലയാളി വരുന്നുള്ളൂ, മലയാളത്തിൽ എന്താ ആ കിട്ടുന്നത് അങ്ങനെ തന്നെ നോക്കരുത്, ഒന്ന് വായിച്ചു നോക്കണം. സിമ്പിൾ വേർഡൊക്കെ ചേർക്കാൻ പറ്റുവാണെങ്കിൽ അതെ, ആ ആപ്പിനോടൊക്കെ തന്നെ സിമ്പിൾ ChatGPT-യോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര ഏജുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലെ സിംപ്ലിഫൈ ചെയ്ത് തരും. അപ്പൊ നമ്മളൊന്ന് വായിച്ചിട്ട് കുറച്ചുകൂടി ഭംഗിയാക്കണം തോന്നുവാണെങ്കിൽ ചെയ്യാം. AI-ക്കൊക്കെ ഇൻഫർമേഷനെ തരാൻ പറ്റുള്ളൂ, പക്ഷെ ഒരു കുഞ്ഞുങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ ടീച്ചർമാർ തന്നെ വേണം. മാം ഒരു കാര്യം ചോദിക്കട്ടെ, വരയ്ക്കാനൊക്കെ ഉണ്ടാവും? എനിക്ക് വരയ്ക്കാൻ ഭയങ്കര വീക്കാണ്. അത് എനിക്കൊരു അങ്ങനെ വരച്ചിട്ടില്ല സിരുഷി, കാരണം നമുക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ ആമയുടെയും മുയലിന്റെയും കഥയാണ് എഴുതി വെക്കണേന്ന് വിചാരിച്ചു, ആമയുടെയും മുയലിന്റെ ഒക്കെ പടം എവിടെയൊക്കെയോ ഉണ്ടാവും അല്ലെ, നമുക്കത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഒട്ടിക്കാം. ഞാൻ കാണിച്ചു തരാം, ഞാൻ എഴുതിയ റെക്കോർഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം റെക്കോർഡ്. മാം കഴിഞ്ഞ ക്ലാസ്സിൽ അശ്വതി മാം നമ്പർ വീലും പിക്ചർ വീലും ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ അതിന്റെ കൂടെ നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ മാം പറഞ്ഞത്, അതാണ് ഉദ്ദേശിച്ചത്? അതെ അതെ, മെറ്റീരിയൽസിന്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. റെക്കോർഡ് ഒന്നും നോ പ്രോബ്ലം, അത് നിങ്ങളുടെ എൻസൈക്ലോപീഡിയ ആണ് റെക്കോർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതിയ ഒരു റെഫറൻസ് ആണ്. ഒരു സ്കൂളിൽ പോയി പഠിപ്പിക്കേണ്ട വരുമ്പോ ഇന്ന് എന്താ ആക്ടിവിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞ് തുറന്നു നോക്കി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള നമ്മുടെ ഒരു എൻസൈക്ലോപീഡിയ ആണ് റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? അത് ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ, ഞങ്ങൾക്ക് അതിനൊരു സൈനും സീലും വേണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ നിർബന്ധവും പറഞ്ഞിട്ടില്ല, സൈനും വാങ്ങണം സീല് വാങ്ങണം എന്നൊന്നും നിർബന്ധം പറഞ്ഞിട്ടില്ല. അപ്പൊ ആ കുട്ടികള് പ്രാക്ടിക്കൽ സെഷന് നേരിട്ട് വന്നപ്പോ അവര് സൈനും സീലൊക്കെ വെച്ച് പോയി റെക്കോർഡിൽ. മെറ്റീരിയൽസിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനാട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും ചില കുട്ടികൾ ബെഡിൽ ഇങ്ങനെ റെക്കോർഡൊക്കെ ഇങ്ങനെ നിരത്തി വെക്കും, ഇങ്ങനെ അസൈൻമെന്റുകളൊക്കെ നിരത്തി വെച്ചിട്ട് എല്ലാം കൂടെ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. നമുക്ക് ആ മെറ്റീരിയൽസ് കണ്ടാൽ മതി. അസൈൻമെന്റും റെക്കോർഡിന്റെയും കാര്യങ്ങൾ വൈവയില് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പ്രസന്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവര് എത്രത്തോളം എഫേർട്ട് എടുത്തത് ചെയ്തു എന്നുള്ളത്. അതിനനുസരിച്ച് വാല്യൂ ചെയ്തോളൂ, മാർക്കൊന്നും അങ്ങനെ കുറയ്ക്കൊന്നുമില്ല. പ്രീവിയസ് ബാച്ചിൽ ആരെങ്കിലും മാർക്ക് ഉണ്ടോ? ഹാൻഡ് റൈറ്റിംഗിന് മാർക്ക് ഉണ്ടോ? ഹാൻഡ് റൈറ്റിംഗിന് ഇല്ലല്ലോ. ഹലോ, വൈവ നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജിലാണ്. ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ പറയാം, മിക്സഡ് ലാംഗ്വേജിൽ പറയാം. പിന്നെ കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യരുത്, നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കുന്ന പോലെ സാധാരണ ആ രീതിയിൽ അത് ഒഴിവാക്കിയാൽ നന്നായിരിക്കും. യെസ് പ്രിയ. മിസ്, റെക്കോർഡിൽ നമ്മളിപ്പോ ഫസ്റ്റ് വർക്ക് ഇങ്ങനെ ഓർഡർ ഉണ്ടോ ഓരോന്ന് ചെയ്യണമെന്ന്? സ്റ്റോറി, പോയം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റൂലേ? പ്രിയ, അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 5 റെക്കോർഡ് എന്ന് പറയും. ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസിന്റെ ഒരു PDF കാണിച്ചു തരാം. സ്റ്റോറി മാത്രം ഒരു റെക്കോർഡിലാണ്, പോയം മാത്രം ഒരു റെക്കോർഡിലാണ്. മനസ്സിലായോ? ഓക്കെ. അതില് തീമായിട്ട് തന്നിട്ടുണ്ട്. ആ തീം നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. അത് സ്റ്റോറി റൈമൊന്നും ഞാൻ ഇപ്പോഴല്ല പറഞ്ഞു തരുന്നത്. ശരിക്കും ക്ലാസ് തുടങ്ങി 2 മാസം ആകുമ്പോഴാണ് ഫസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരുള്ളൂ. ഫസ്റ്റ് റെക്കോർഡും 4th റെക്കോർഡിന്റെയും ഡീറ്റെയിൽസ് ഒരുമിച്ച് തരുന്നത്. കാരണം അത് ഏകദേശം ഒരുപോലത്തെയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്നോട് പറയുകയാണ് ഞങ്ങൾ അത് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്റ്റോറിയും റൈമും തരുള്ളൂ.
ഓക്കെ മാം. അപ്പൊ ഇത് ആദ്യമേ തന്നെ ഓഫീസിൽ നിന്ന് കുറെ പേര് വാങ്ങിച്ചു. അവര് ഇങ്ങനെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്തു, ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ചോദിച്ചോണ്ട് മാത്രം ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ മിസ്. നമ്മൾ ശരിക്കും ഒരു 1 മാസം കഴിഞ്ഞ് 2 മാസമൊക്കെ ആകുമ്പോഴാണ് അതിന്റെ ഡീറ്റെയിൽസ് തരുന്നത്. ഓക്കെ. അത് മാത്രമല്ല, നിങ്ങളുടെ ബാച്ച് തുടങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു ജൂൺ തുടങ്ങാറായിട്ടുണ്ട്. അപ്പൊ പലരും സ്കൂൾ തുറക്കുന്നതിന്റെയും അതിന്റെ കുറെ ആവശ്യങ്ങളൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്നും റെക്കോർഡ് വാങ്ങിച്ചിട്ടുണ്ടാവില്ല. കുട്ടികളുടെ പല ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു കാണും അമ്മമാർക്ക്. അപ്പൊ അതൊന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് റെക്കോർഡിന്റെ കാര്യം പറയാത്തത്. അപ്പൊ എല്ലാരും ഒന്ന് അറ്റ്ലീസ്റ്റ് 1 or 2 വാങ്ങിച്ചു കഴിയുമ്പോൾ എന്നെ ഒന്നുകൊണ്ട് പറഞ്ഞാൽ മതി, ഞാൻ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ജൂലൈ പകുതിയൊക്കെ ജൂലൈ പകുതി ലാസ്റ്റ് ഒക്കെ ആവുമ്പോൾ വാങ്ങാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പറയും. കാരണം കുറേശ്ശെ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കത് ലാസ്റ്റ് ആകുമ്പോൾ അതൊരു ബർഡൻ ആവില്ല. അത് മാത്രമല്ല, നമുക്ക് സമയമെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നന്നായി അത് ചെയ്യാൻ പറ്റും. അവസാന നിമിഷം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യലായിട്ട് വാങ്ങിയിട്ടില്ല, നോ പ്രോബ്ലം, എന്ന് ഇൻഫോം ചെയ്താൽ മതി ക്ലാസ്സിൽ എപ്പോഴാണ്. ഒരെണ്ണം വാങ്ങിച്ചാൽ ഒരെണ്ണത്തിന്റെ ഡീറ്റെയിൽസ് പറയാം. ആ രീതിയിൽ വേണമെങ്കിൽ പോവാം. മാം ആക്ച്വലി ഈ സൈറ്റില് അപ്പാരറ്റസ് പറഞ്ഞിട്ട് മോണ്ടസോറിന്റെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റും? നിങ്ങൾക്ക് സിലബസിൽ മോഡ്യൂൾ 3 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോഡ്യൂൾ 1 ഇപ്പൊ നമ്മൾ എടുക്കുന്നത് മോഡ്യൂൾ 2 ഇംഗ്ലീഷ്, മോഡ്യൂൾ 3 അത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ ആണ്. അതിന് എക്സാം ഇല്ല. അത് 5 പാർട്ട് ഉണ്ട്. അത് ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത 5 ഏരിയയാണ്. ആ 5 ഏരിയയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത്. ആ 5 ഏരിയയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ആ റെക്കോർഡിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് ഓൾറെഡി തന്നെത്താനെ കണ്ടുപിടിക്കേണ്ട സാധനമല്ല. ഡോക്ടർ മോണ്ടിസോറിയുടെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സും അതിൽ നിന്ന് കുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് വളരെ ചുരുക്കി ബ്രീഫ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ കോപ്പി ചെയ്താൽ മതി. അതിന്റെ റെക്കോർഡിലേക്ക് കോപ്പി ചെയ്ത് വെക്കുക. അതിന്റെ ഒരു പിക്ചറിന്റെ ഒരു PDF ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അയച്ചു തരും. പിക്ചറിന്റെ PDF ഉണ്ട്. ആദ്യം ഫുൾ എഴുതുക. എഴുതിയതിന് ശേഷം നമ്മൾ എഴുതിയ ടോപ്പിക്കിന്റെ പിക്ചർ ഏതാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം ലെഫ്റ്റ് സൈഡിൽ അത് ഒട്ടിക്കുക. അപ്പൊ പ്രിന്റ് എടുക്കുമ്പോൾ ഒരു പേജിൽ ഒരു 4-5 എണ്ണമൊക്കെ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പ്രിന്റ് എടുത്താൽ മതി. കാരണം നമ്മുടെ പേപ്പർ അത്രയും സൈസ് അല്ലേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് അത്രയും നമുക്കപ്പോ കോസ്റ്റ് വരില്ല. 4-5 പേപ്പറിൽ ഈ എല്ലാ പിക്ചറും കൂടെ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. പിന്നെ പ്രിന്റ് എടുക്കുമ്പോൾ കളർ പ്രിന്റ് വേണം കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഈ ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ കാരണം കുട്ടികൾക്ക് എപ്പോഴും അവർ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്ന കളറാണ്. ഭയങ്കരമായിട്ട് അവർ കളറിനോട് സെൻസിറ്റീവ് ആയിട്ട്, ക്രൊമാറ്റിക് സെൻസ്, കളറിനെ അവർ പെട്ടെന്ന് സെൻസ് ചെയ്യും. അപ്പൊ കളർ വെച്ചിട്ടാണ് ഓരോ കാര്യം പഠിപ്പിക്കുന്നത്. അപ്പൊ മിക്ക മെറ്റീരിയലും വളരെ കളർഫുള്ളാണ്. പിങ്ക് കളറിലുള്ള 10 ക്യൂബ് വെച്ചിട്ട് സ്റ്റാക്ക് ചെയ്യുന്നതാണ് പിങ്ക് ടവർ എന്ന് പറയുന്നത്. അപ്പൊ അത് പിങ്ക് കളറായി തന്നെ നമ്മൾ ഒട്ടിക്കണമല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് നിങ്ങൾ എഴുതുമ്പോ മനസ്സിരുത്തി വായിച്ചെഴുതൂ. അപ്പൊ കുറച്ച് നല്ലൊരു ഐഡിയ കിട്ടും. യെസ് നസ്രി. എന്തുകൊണ്ട് പിങ്ക് ടവർ? ഞാനത് കണ്ടപ്പോ വായിച്ചപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടോ ആ പിങ്ക് കളർ വരാൻ കാരണം എന്താണ്? പിങ്ക് ടവർ എന്ന് ഞാൻ കണ്ടപ്പോ വിചാരിച്ചു. ചെറുപ്പത്തിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു കളർ അല്ലേ? കുറച്ച് കഴിയുമ്പോഴല്ലേ പിങ്ക് ഗേളിഷ് ആണ്, ബ്ലൂ ബോയിഷ് ആണ് എന്നൊക്കെ പിള്ളേര് തിരിച്ചറിയുന്നത്. പിള്ളേര് പറയണേ എന്റെ മോൾക്ക് പിങ്ക് ഇഷ്ടമല്ല കേട്ടോ, അത് ഗേളിഷ് ആണ്. അവള് പറയും വലുതായി കഴിഞ്ഞപ്പോ ചെറുപ്പത്തിൽ പിങ്ക് പറയാറുണ്ട് പിങ്ക് തീരെ ഇഷ്ടല്ല. ചെറുപ്പത്തിൽ ഓൻ പറയും പിങ്ക് വേണ്ട, അവന് ബ്ലൂ കളറുള്ള സാധനങ്ങൾ മതി. പിങ്ക് കളറിൽ എന്തെങ്കിലും ഒരു ടീഷർട്ട് വന്നാൽ അവൻ അത് യൂസ് ചെയ്യില്ല. അങ്ങനെ പിന്നെ നിർബന്ധിച്ച് നമ്മൾ വീട്ടിൽ കൂടെ എടുപ്പിക്കും. വാങ്ങിച്ച് കളയാൻ പറ്റില്ല. മിസ് ഈ റെക്കോർഡൊക്കെ മിസ് പറഞ്ഞിട്ട് എഴുതി തുടങ്ങിയാ മതിയില്ലേ? മതി തന്നെ എഴുതാനായിട്ട്. ആയിട്ടില്ല. തന്നെ എഴുതുമ്പോ അങ്ങനെയല്ല, തന്നെ എഴുതുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ഒരു ഗൈഡൻസ് തരണം എന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ തന്നെ എഴുതുന്നത്. ഇതുപോലെ എഴുതണം എന്നൊന്നും ഞാൻ പറയില്ല. ഇങ്ങനെയാണോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതും മിസ് പറഞ്ഞു തരില്ല. പിന്നെ നമുക്കിപ്പോ ഒരു റെക്കോർഡ് ആയിട്ട് എല്ലാരും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. എന്നെ ജസ്റ്റ് ഒന്ന് ക്ലാസ്സിലോ പേഴ്സണലി ഒന്ന് അറിയിച്ചാൽ മതി. പിന്നെ റെക്കോർഡിന്റെ കാര്യം അപ്പൊ പറഞ്ഞാ പോരെ? മതി.
അതില് 2 നമ്മൾ തന്നെത്താനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, സ്റ്റോറിയും റൈമും മാത്രം. പിന്നെയുള്ളൊരു റെക്കോർഡ് കളക്ഷൻ ബുക്കാണ്. കളക്ഷൻ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ഓരോന്നും പഠിപ്പിക്കില്ലേ, ഡൊമസ്റ്റിക് അനിമൽസ്, വൈൽഡ് അനിമൽസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കില്ലേ, അതിന്റെയൊക്കെ കളക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അവിടുന്ന് വാങ്ങിച്ച റെക്കോർഡിലെല്ലാം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന റെക്കോർഡിൽ ഇതൊക്കെ എഴുതി ചെയ്യണം എന്നുള്ളത്. ഡീറ്റെയിൽസ് അത് ഞാൻ അല്ലാതെയും PDF തരും, ചിലര് പുറത്തുനിന്നാണല്ലോ വാങ്ങുന്നത്. ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ആ സെയിം ഡീറ്റെയിൽസ് ഞാൻ PDF ഷെയർ ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് നിങ്ങൾ ചെറുപ്പത്തിലെ ബാലരമ, പൂമ്പാറ്റ, ബാലമംഗളം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ, വായിച്ചിട്ടുള്ളവരാണോ? കളിക്കുടുക്ക വായിക്കാറുണ്ട്, ഇപ്പോഴും വായിക്കാറുണ്ട്. നമ്മൾ അതുപോലെ ഒരെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കളിക്കുടുക്ക പോലെയുള്ളത് ഇപ്പോഴും വായിക്കാറുണ്ട്, ഇപ്പോഴും കിട്ടിയാൽ നമ്മൾ വായിക്കും. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരാണ് അതൊന്നും ചെയ്യാത്തത്. കാരണം അവര് നമ്മുടെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ വേൾഡ് ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ അവര് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ്ഡാണ്. അതിൽ നിന്നും കുട്ടികളെ കൊണ്ടുവരാൻ ഈ ആക്ടിവിറ്റീസ് പറ്റും. കാരണം മൊബൈലിനേക്കാളും അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സ്ക്രീൻ എന്ത് ഇതാണോ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ഉള്ളത് അവർക്ക് കൊടുത്താലേ അവർ അതിൽ നിന്ന് മാറുള്ളൂ അല്ലെ. അതിന് സോഫ്റ്റ് സ്കില്ലും ലൈഫ് സ്കില്ലും ആണ് വേണ്ടത്. അത് തന്നെയാണ് മോണ്ടിസോറി മെത്തേഡും. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഓരോന്നോരോന്ന് ചെയ്തു വരുമ്പോൾ ഓരോരോ ഐഡിയ കിട്ടും. കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൂചി നൂലും കോർക്കുക, മുത്ത് കോർക്കുക. അവരുടെ ഈ വിരൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം. നമുക്ക് പണ്ട് ചെറുപ്പത്തിൽ ഈ വിരൽ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മണ്ണ് വാരി കളിക്കും, മണ്ണുകൊണ്ട് അപ്പം ഉണ്ടാക്കും അല്ലെ. പിന്നെ ഊഞ്ഞാലാടും നല്ല കൈ മുറുക്കി പിടിച്ചിട്ട്. പിന്നെ മരത്തിൽ വലിഞ്ഞു കയറും, മാങ്ങ പറിക്കും, ചക്കത് പേരയ്ക്ക പറിക്കും, ചാമ്പയ്ക്ക പറിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കൈയും കാലും ഒക്കെ എപ്പോഴും അനങ്ങി. നമ്മളുടെ ഈ മാം ഈ വക സാധനങ്ങളൊക്കെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ അല്ലെ മേടിക്കാൻ? കിട്ടും. കിട്ടാത്ത ഒന്നും നമ്മൾ പറയില്ല. പിന്നെ ആകെ ഗൾഫ് കൺട്രീസിലുള്ളവർക്കാണ് സാൻഡ് പേപ്പർ കിട്ടാനില്ല എന്ന് പറയുന്നത്. ബാക്കി എല്ലായിടത്തും കിട്ടും. ഇതൊക്കെ പെയിന്റ് കടയിൽ കിട്ടൂട്ടോ സാൻഡ് പേപ്പർ. സാൻഡ് പേപ്പർ കിട്ടാനില്ലാന്ന് എല്ലാരും പോയി ലേഡി സ്റ്റോറിലോ അല്ലാത്ത പ്രൊവിഷൻ സ്റ്റോറിലോ ചോദിക്കുന്നത്. ഈ പെയിന്റ് ഒക്കെ വിൽക്കുന്ന കടകളിൽ സാൻഡ് പേപ്പർ ഉണ്ട്. അങ്ങനെ നമ്മുടെ വോളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സാൻഡ് പേപ്പർ അല്ലേ. ഈ വർക്കൊക്കെ ലാസ്റ്റ് ആണോ വരുന്നത്? നമ്മൾ വൈവ ടൈമിലാണ് ഇത് നിങ്ങള് ഇത് വീട്ടിലിരുന്ന വൈവ ചെയ്യണമെങ്കിൽ ബാക്കിലൊരു ടേബിളോ ബെഡോ നിലത്തോ അങ്ങനെയൊക്കെ കുട്ടികളെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെക്കും. ചാർട്ടൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടും. എന്നിട്ട് കാണിച്ചാൽ മതി. പലപ്പോഴും ഞാൻ പറയും കാണിക്കണമെന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്നത് എന്താ പറയുക, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ മിസ്, കണ്ടേ പറ്റൂ എന്ന് പറയും. അങ്ങനെയല്ല മിസ്, നമ്മൾ ചെയ്ത സാധനങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പിന്നെ അത് ഒന്നിച്ച് വെച്ച് ഫോട്ടോ ഇങ്ങനെ അയച്ചാലും പ്രശ്നമുണ്ടോ? ഇപ്പോ ആ സമയത്ത് ഇപ്പോ അറിയില്ലല്ലോ, നമ്മളിപ്പോ നമ്മളെ വീട്ടിലുണ്ടാവല്ലോ വേറെ വൈവയുടെ സമയത്ത് അയക്കാനാ? ആ വൈവേന്റെ സമയത്ത് അതിന് വേണ്ടിയിട്ടാ ഫോട്ടോ എടുത്ത് വെക്കാൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനല്ല ടീച്ചർ പറഞ്ഞില്ല ലൈവായിട്ട് കാണിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന്. ഒന്നിച്ചല്ല ഒന്നിച്ച് കാണിക്കാൻ പറ്റുന്നവര് ലൈവായിട്ട് കാണിക്കും. അല്ലാത്തവരോടാണ് ഞാൻ പറഞ്ഞത്. ചിലര് ചിലപ്പോ ഹോസ്പിറ്റലിൽ വരെ ഇരുന്നല്ലോ വൈവ് അറ്റൻഡ് ചെയ്തവരുണ്ട്. അവര് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതെനിക്ക് അയച്ചു തരും പിന്നീട്. പിന്നെ ഇതുപോലെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് നടക്കും, അല്ലെങ്കിൽ എന്താ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇതുപോലെ സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് തന്നപ്പോ ടീച്ചർക്ക് ഇഷ്ടമായി, തരാമോ എന്ന് ചോദിച്ചു, അവർക്ക് കൊടുത്തിട്ട് വന്നു. വീട്ടിൽ കുട്ടികൾ എടുത്ത് കളിച്ചു, നാശമായി പോയി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് അവര് മാത്രമാണ് ഞാൻ അയക്കാൻ പറയുന്നത്. എല്ലാരും കൂടെ അയച്ചാൽ ഞാൻ പെട്ടുപോകും. ഫോൺ ഇപ്പൊ തന്നെ അതിന് യാതൊരു അത് ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു ഫോണ്. ഓക്കെ, ഇനി വരുന്നുണ്ടോ? മാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാന് ഫസ്റ്റ് അസൈൻമെന്റ് ഇല്ലേ, അത് ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് വെൽനസ് ഇല്ലേ, അത് ഞാൻ ചാർട്ടിലാണ് ചെയ്തത്. ബാക്കി ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ട് സർവേ ടീച്ചർ പറഞ്ഞ സർവേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഒരു ബുക്കിലാണ് എഴുതിയിരിക്കുന്നത്. പ്രശ്നമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. നമുക്ക് എങ്ങനെയാണോ കൺവീനിയൻസ്, നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ഇത് വെറുതെ നമ്മൾ എവിടെ നിന്നും കോപ്പി എടുക്കുന്നൊന്നുമല്ല. നമ്മൾ തന്നെ നിങ്ങൾ ഇപ്പൊ ചെയ്തതെല്ലാം തന്നെ നിങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകരുതെന്ന് മാത്രമേ ഉള്ളൂ, നാശമായി പോകരുത്, അത്രയേ ഉള്ളൂ. നമുക്ക് പിന്നീട് അത് നല്ലൊരു റെഫറൻസ് ആണ്. ടെക്സ്റ്റ് ഈ മാസം അവസാനം വാങ്ങിയാൽ മതി ടെക്സ്റ്റ് ബുക്ക്. അത് കുഴപ്പമില്ലാവില്ല. എക്സാമിന് മുന്നേ വാങ്ങിക്കണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ടോന്ന് അറിയില്ല.
ഞാൻ ഇനിയിപ്പോ എന്തെങ്കിലും അസൈൻമെന്റ് അത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ ടീച്ചർ. അസൈൻമെന്റ് പിന്നെ ആക്ടിവിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ഡൗട്ട്സ് ഇനിയുണ്ടോ? മാം ഇപ്പൊ ും ഈ പിക്ചറും എഴുതണം, അത് പിക്ചർ ഒട്ടിക്കണം എന്നല്ലേ പറഞ്ഞത് മാം? ഈ മോണ്ടസറി അപ്പാരറ്റസിന്റെ പിക്ചേഴ്സും എഴുതണം. ബട്ട് ഇത് ഏതിലാ, റെക്കോർഡാണോ ഇല്ല നോർമൽ വേറെ ബുക്ക് വാങ്ങിച്ച് എഴുതണോ? റെക്കോർഡാണ്. ഒരു അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് നിങ്ങൾക്കില്ലേ, മോണ്ടസോറി അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് എന്നുള്ളത്? റെക്കോർഡ് ബുക്ക് എനിക്ക് വന്നിട്ടുണ്ട്, ബട്ട് ഞാനത് നോക്കിയിട്ടില്ല. അത് ഒരു 5 എണ്ണം ഉണ്ട്. 5 റെക്കോർഡ് ബുക്കാണ്. അതിൽ ഒരെണ്ണം നമ്മൾ പറഞ്ഞു സ്റ്റോറി, പിന്നെ രണ്ടാമത്തത് റൈറ്റ്, പിന്നെ കളക്ഷൻ ബുക്ക് പറഞ്ഞു പിക്ചേഴ്സ് കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത്, പിന്നെയുള്ളത് കളിക്കുടുക്ക പോലുള്ള ഒരു ആക്ടിവിറ്റി ബുക്ക്. 4 എണ്ണം കഴിഞ്ഞു. ഈ 5ാമത്തത് നിങ്ങൾ ഇപ്പൊ അയച്ച PDF ഇല്ലേ അപ്പാരറ്റസ്, ആ PDF കോപ്പി ചെയ്യേണ്ടതാണ് 5ാമത്തെ റെക്കോർഡ്. ഒരു റെക്കോർഡിൽ അതിൽ തന്നെ പിക്ചറും ഒട്ടിക്കണം. അതെ, അത് പതുക്കെ ചെയ്തു തുടങ്ങിക്കോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്ന് വായിച്ചിട്ട് വരുമ്പോ മോണ്ടിസോറി മെറ്റീരിയൽസ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും. ഓക്കെ. ഈ അപ്പാരറ്റസ് ഒക്കെ നമുക്ക് അവിടെ ക്ലാസ്സിൽ അവിടെ മെയിൻ പറൂരിൽ അവിടെ ഉണ്ടോ ഇതൊക്കെ? അവിടെ ഉണ്ട്. ഇത് എല്ലാം നല്ല, കാരണം നമ്മൾ ഏകദേശം ഒരു 4 ഏരിയയിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു 21ഓളം മെറ്റീരിയൽസ് ഉണ്ട്. കാരണം ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് മുഴുവൻ തീർക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അത് ഓൺലൈനായിട്ട് ഡെമോ ക്ലാസ്സും ഉണ്ടായിരിക്കും. കാരണം എല്ലാവർക്കും വരാൻ പറ്റില്ലല്ലോ. ഓൺലൈൻ ഡെമോ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നേരിട്ട് വന്നിട്ടുള്ള സെഷൻ നടക്കുന്നത്. അത് കുട്ടികളുടെ റിക്വസ്റ്റ് കൊണ്ട് അങ്ങനെ ഒരു സെഷൻ വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ്സിൽ ഓൺലൈനായി തന്നെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തു നേരിട്ട് വന്നാലല്ലേ ചെയ്തു നോക്കുമ്പോഴേ ഞങ്ങൾക്ക് അത് ക്ലാരിറ്റി തരുള്ളൂ. അങ്ങനെ അവരുടെ ഇങ്ങനെ ഓരോ ബാച്ച് റിക്വസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ബാച്ചിൽ നേരിട്ടുള്ള ഒരു സെഷൻ കൊടുക്കുന്നത്. അപ്പൊ മിസ്സേ അതൊക്കെ ഏത് മാസമായിരിക്കും എന്നൊന്ന് പറയാവോ? കാരണം ഏകദേശം ഒരു ഇപ്പൊ നിങ്ങള് കോഴ്സ് തുടങ്ങി ഒരു 5-6 മന്ത് അതിനിടയ്ക്ക് അതിനുള്ളിൽ വരും. നേരിട്ട് വരണമെന്ന് നിർബന്ധമായിരിക്കും അല്ലേ? നമ്മൾ പുറത്തുള്ളവരപ്പോ നിർബന്ധമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓൺലൈനായിട്ട് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഓൺലൈൻ ക്ലാസ് ഇതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ തന്നെ എല്ലാം പ്രസന്റ് ചെയ്ത് കാണിക്കും. എങ്ങനെയാണ് ഓരോന്നും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാം പ്രസന്റ് ചെയ്ത് കാണിക്കും. നേരിട്ട് വന്നാൽ നമ്മൾക്ക് തന്നെ ചെയ്ത് നോക്കാം. അതേ ഉള്ളൂ. എല്ലാ മെറ്റീരിയൽസും കയ്യിലെടുത്ത് നോക്കാം, നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. ടച്ച് ടാബ്ലറ്റ്സ് അതിന്റെ റഫ്നെസ് ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത്. ഞാൻ എങ്ങനെയൊക്കെ വീഡിയോയിലൂടെ കാണിച്ചാലും നിങ്ങൾക്കത് കാണാനല്ലേ പറ്റുള്ളൂ. തൊട്ട് നോക്കുമ്പോഴല്ലേ അതിന്റെ ടെക്സ്ചർ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളതൊക്കെ. മിസ് അപ്പാരറ്റസിന്റെ റെക്കോർഡ് ഇപ്പൊ തന്നെ എഴുതണോ? പറഞ്ഞത് സമയം കിട്ടുമ്പോ കുറേശ്ശെ എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞതാണ്. ആ പിക്ചേഴ്സ് മാത്രം നമ്മൾ കളർ പ്രിന്റ് എടുത്തിട്ട് ഓൺ ഹാൻഡ് തന്നെ എഴുതണം. പിക്ചേഴ്സ് മാത്രം എടുത്ത് പ്രിന്റ് ഔട്ട് എടുത്ത് ഒട്ടിക്കണം. മതിയില്ലേ? എന്താണ്? ആഗസ്റ്റ് ഒക്കെ ആവുമ്പോ തുടങ്ങിയാൽ മതിയില്ലേ റെക്കോർഡ്സ് എഴുതാനും ചെയ്യാനും ഒക്കെ? മതിയോ? റെക്കോർഡ് എല്ലാരും ഒന്ന് വാങ്ങിച്ചു കഴിയുമ്പോ ഒന്ന് പറയൂ. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. എപ്പോ ചെയ്യാന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ. അപ്പാരറ്റസിന്റെ എന്തുവായിരുന്നു ചെയ്യണ്ടേ? ലേറ്റ് ആയി ക്ലാസ് കേൾക്കാൻ, കേട്ടില്ലായിരുന്നു. അപ്പാരറ്റസ് റെക്കോർഡ് 5ാമത്തെ ഒരു റെക്കോർഡ് ബുക്ക് ഉണ്ട്. അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് എന്നുള്ളത് അതിലേക്ക് കോപ്പി ചെയ്യണം. അതിലേക്ക് ഒട്ടിക്കാനുള്ള പിക്ചേഴ്സിന്റെ PDF തന്നിട്ടുണ്ട്. അത് പ്രിന്റ് എടുത്ത് എന്താണോ റൈറ്റ് സൈഡിൽ എഴുതിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. ഓരോ പിക്ചറിന്റെ താഴെ അതിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. താഴെയോ സൈഡിലൊക്കെ ആയിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. PDF എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ലാസ്റ്റ് ഈ മന്ത് ഫസ്റ്റിലാണ് ജോയിൻ ആയത്. അല്ല, എല്ലാവർക്കും കൂടെ ഒരു ക്ലാസ് റൂമിലല്ലേ ഇട്ടേക്കുന്നേ? അങ്ങനെയല്ലേ ഇട്ടേക്കുന്നത്? ഗ്രൂപ്പിന്റെ പേരൊന്ന് പറയാമോ? ഞാൻ ആ ഗ്രൂപ്പൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോ അതിലൊന്നും വന്നിട്ടില്ല. ഗ്രൂപ്പിലല്ല ഇട്ടേക്കുന്നത്, ക്ലാസ് റൂമിലാ. ക്ലാസ് റൂമിലാണ്. ക്ലാസ് വർക്കിലുണ്ടാവും. പറയാം. അതിന് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞതൊന്നും എനിക്കറിയില്ല. അപ്പൊ അതൊക്കെ എന്താ എഴുതി വിവരം എല്ലാരും പറയുമ്പോ എനിക്ക് എന്താണെന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഏതാണ് എന്താ മനസ്സിലായില്ല. അല്ലല്ല, ഞാൻ എന്ത് പറയണെന്ന് പറഞ്ഞേ?
അതന്നെ ഫസ്റ്റ് ഇപ്പൊ എന്താ അസൈൻമെന്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ആദ്യം പറഞ്ഞപ്പോൾ എന്താ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താണ്. ഇതിപ്പോ ക്ലാസ് തുടങ്ങിയ വഴിക്ക് എന്തെങ്കിലും അസൈൻമെന്റ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞാൻ അസൈൻമെന്റിന്റെ ഒരു ലിസ്റ്റ്, നിങ്ങൾ ചെയ്യേണ്ട അസൈൻമെന്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള ലിസ്റ്റ് ഞാൻ എന്തായാലും ഒന്ന് ഇട്ടേക്കാം. ക്ലാസ്സില് എന്താ പറയാ, പേരെന്തെന്ന് പറയാ, കമറുന്നീസ. കമറുന്നിസ ലേറ്റ് ആയിട്ടാണോ ക്ലാസ്സിൽ ജോയിൻ ആയത്? ഇന്നത്തെ ക്ലാസ്സിന്റെ കാര്യമല്ല പറഞ്ഞേ, ഈ കോഴ്സിന് ജോയിൻ ആയത് ലേറ്റ് ആയിട്ടാണോ? ജോയിൻ ചെയ്തത് ലേറ്റ് ആയിട്ടാണ്. പിന്നെ അഡ്മിഷൻ എടുത്തിട്ടും പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത്. ശരി. അപ്പൊ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കേട്ടോണ്ടിരിക്കുവാണ് അല്ലെ? ഒന്നുമില്ല, നമുക്ക് കുറച്ച് അസൈൻമെന്റും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് ആരെങ്കിലും ഒന്ന് കമറുന്നിസയെ ഹെൽപ്പ് ചെയ്യണം. കമറുന്നിസ നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടോ? കുട്ടികൾ മാത്രമായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ആഡ് ആയിട്ടുണ്ടോ? ഇല്ലല്ല. ഒരു കാര്യം ചെയ്യൂ, ചാറ്റ് ബോക്സിൽ കമറുന്നിസയുടെ നമ്പർ ഒന്ന് ആഡ് ചെയ്യൂ, ഒന്ന് ഇട്ടേക്കൂ, ടൈപ്പ് ചെയ്തിട്ടേക്കൂ, അവർ ആഡ് ചെയ്യും. അപ്പൊ അതിൽ നിന്നും കമറുന്നിസയെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യില്ലേ? എന്തൊക്കെയാണ് അസൈൻമെന്റ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ പറഞ്ഞതിന്റെ ഇപ്പൊ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാലും കമറുന്നിസയ്ക്ക് മനസ്സിലാവില്ല, കാരണം അത് എങ്ങനെയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അല്ലെ? അല്ല ടീച്ചർ അതിന്റെ ഇത് ഇടാന്ന് പറഞ്ഞില്ലേ, അപ്പൊ എല്ലാവർക്കും കാണാലോ. ലിസ്റ്റ് മാത്രല്ലേ ഇപ്പൊ കമറുന്നിസയ്ക്ക് കിട്ടുള്ളൂ. ക്ലാസ് കണ്ടുവരുമല്ലേ, ഡൗട്ട്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ അതിനുശേഷം പതുക്കെ ക്ലാസ് കണ്ട് അത് മനസ്സിലാക്കി, ഓരോ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും ഏത് അസൈൻമെന്റ് ആണ് എങ്ങനെയാന്നുള്ളത്. ഡൗട്ട് വന്നാൽ ക്ലാസ്സിൽ ചോദിക്കൂ, ഇല്ലെങ്കിൽ ഇവര് ഹെൽപ്പ് ചെയ്യും. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാസ് തന്നെ വരുമ്പോൾ ചോദിച്ചാൽ മതി. യെസ് മാം. റെക്കോർഡ് ബുക്ക്, അതിൽ അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്, പ്രാക്ടിക്കൽ റെക്കോർഡർ. ഓക്കെ, ദെൻ ആ ലെഫ്റ്റ് സൈഡില് മോണ്ടസറി അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക് മോഡ്യൂൾ 3, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ അപ്പാരറ്റസ്, ലാംഗ്വേജ് അപ്പാരറ്റസ്, മാത്തമാറ്റിക്സ് അപ്പാരറ്റസ്, സയൻസ് ആൻഡ് അതർ കൾച്ചറൽ അപ്പാരറ്റസ്. ഇതാണ് ആ റെക്കോർഡ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. സോ അപ്പൊ ഇതിൽ നമ്മൾ ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സും എഴുതിയിട്ട് നമുക്ക് പിക്ചറും ഒട്ടിക്കണം, ആൻഡ് കണ്ടന്റ് എഴുതണം നീറ്റായിട്ട്. ബട്ട് ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ ഇസ് എനിത്തിങ് വി ഹാവ് ടു ഡു? വാട്ട് ഇസ് ഇറ്റ്? These 5 areas are designed by Dr. Maria Montessori, and she designed some materials corresponding to each area. ഇതില് ലാസ്റ്റ് ഏരിയ ഉണ്ട്, അതായത് 5 ഏരിയ ആയിട്ടാണ് ഡോക്ടർ മോണ്ടസോറി ക്ലാസ് റൂമിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. നമുക്ക് സാധാരണ ഒരു സ്കൂളില് ക്ലാസ് റൂമുകളാണ്. ആ ക്ലാസ്സിൽ കുട്ടിക്ക് ഒരു പ്ലേസ് കിട്ടുന്നു, കുട്ടി അവിടെ ഇരിക്കുന്നു, കുട്ടി പഠിക്കുന്നു. അതിനകത്ത് EVS, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, IT, കമ്പ്യൂട്ടർ, പിന്നെ ഡ്രോയിങ്, കർസീവ് റൈറ്റിംഗ്, അങ്ങനെയൊക്കെ കുറെ പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ് നമ്മുടെ സാധാരണ ക്ലാസ് റൂമുകളിൽ ഒരു KG സെക്ഷന്റെ കുട്ടികൾക്ക് അല്ലെ. മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പോലും ഡോക്ടർ മോണ്ടിസോറി എന്നെ പറയാറില്ല, സ്കൂളെന്നേ പറയാറില്ല കേട്ടോ, ചിൽഡ്രൻസ് ഹൗസ്. അതില് ഒരു വലിയ ഹോളായിരിക്കും, ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസ് ഉണ്ടാവില്ല, വലിയൊരു ഹോളാണ്. ആ ഹോളില് കുറെ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. 5 ഏരിയയാണ്. ആ 5 ഏരിയയില് ഓരോ ഏരിയയിലും എത്രത്തോളം മെറ്റീരിയൽസ് ഉണ്ടോ ആ മെറ്റീരിയൽസ് എല്ലാം അവിടെ ചെറിയ ചെറിയ ഓപ്പൺ ഷെൽഫുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. ഒരു കുട്ടിക്ക് തന്നെത്താനെ പോയിട്ട് എടുക്കാം, ഫ്രീഡം ഓഫ് ചോയ്സ്. കുട്ടിക്ക് തന്നെത്താനെ പോയി എടുക്കാം, വേറൊരാളുടെ ഹെൽപ്പ് വേണ്ട. അതാണ് തന്നെ അവര് അവിടെ ആകുകയാണ്. അങ്ങനെയുള്ളൊരു മെത്തേഡിലാണ് ഈ കോഴ്സ് പോകുന്നത്. തന്നെത്താനെയാണ് കുട്ടി ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഗൈഡ് ചെയ്യും, കുട്ടി പിന്നെ തന്നെത്താനെയാണ് ചെയ്യുന്നത്. അതിലൊരു എറർ വന്നാൽ അവൻ കറക്റ്റ് ചെയ്യും. പിങ്ക് ടവറിന്റെ കാര്യം ചോദിച്ചു എന്നോട്. പിങ്ക് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിങ്ക് കളറിലെ 10 വുഡൻ ക്യൂബ്സ് ആണ്. ഏറ്റവും വലിയ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സൈഡും ഒരുപോലെയാണ്, എല്ലാ സൈഡും എല്ലാ ഫേസും സ്ക്വയർ ആണ്, എല്ലാത്തിന്റെ ലെങ്ത് ഒന്ന് തന്നെയാണ്, ലെങ്ത് ബ്രെഡ് ഹൈറ്റ് ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ 10 സെന്റിമീറ്റർ ആയിരിക്കും ഏറ്റവും വലുത്. അങ്ങനെ 1 സെന്റിമീറ്റർ ഡിഫറൻസിലാണ് ഓരോന്നും കുറഞ്ഞു പോവുക. അങ്ങനെ ഏറ്റവും ചെറുത് 1 സെന്റിമീറ്റർ ഉള്ള ക്യൂബാണ്. നമ്മൾ ഈ സ്നേക്ക് ലാഡർ ഒക്കെ കളിക്കുമ്പോൾ ഒരു ഇങ്ങനെ കുത്തുള്ള ഡയസ് ഇങ്ങനെ എറിയില്ലേ, 1 തുടങ്ങി 6 വരെ ഡോട്ട്സ് വരുന്ന അത്രേ ഉള്ളൂ ഏറ്റവും ചെറിയ ക്യൂബ്. കുട്ടി ചെയ്യുന്നത് ഏറ്റവും വലിയ ക്യൂബ് താഴെ വെച്ച് അതിന്റെ മുകളിൽ അടുത്ത സൈസ് വെച്ച് അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഒരു ടവർ പോലെയാക്കും. ഇതിന് ഇൻ ബിറ്റ്വീൻ, അതായത് ഒരു 5 സെന്റിമീറ്റർ വരുന്ന ക്യൂബും 6 സെന്റിമീറ്റർ വരുന്ന ക്യൂബും തിരിഞ്ഞുപോയി എന്ന് വിചാരിക്കാം.
6 വെക്കേണ്ടടുത്ത് 5 വെച്ചു, 5 വെക്കേണ്ടടുത്ത് 6 വെച്ചു. അപ്പൊ വെച്ച് വന്നപ്പോ ഇവന് ഇതിന്റെ ഷേപ്പ് കണ്ടപ്പോ ഇത് ഇങ്ങനെയല്ലല്ലോ എന്ന് അവന് തന്നെ ഫീൽ ചെയ്യും. അവനെല്ലാം മാറ്റും, വീണ്ടും ചെയ്യും. അത് ചിലപ്പോ വീണ്ടും ചെയ്യുമ്പോ ആ ട്രയലിൽ അവന്റെ കറക്റ്റ് ആവും, ചിലപ്പോ അപ്പോഴും കറക്റ്റ് ആവില്ല. അങ്ങനെ ചിലപ്പോ 3 or 4 ട്രയലിൽ കറക്റ്റ് ആകുമായിരിക്കും. പിന്നെ അവൻ റിപ്പീറ്റ് ചെയ്യും ഈ പ്രോസസ്, വീണ്ടും ചെയ്യും. അപ്പൊ ചിലപ്പോ 2 ട്രയലിൽ കറക്റ്റ് ആയിട്ടുണ്ടാവും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഒറ്റ തവണയിൽ അവൻ കറക്റ്റ് ആവും. അപ്പൊ ആ ഒരു ആക്ഷന്റെ കൺട്രോൾ കുട്ടിക്ക് കിട്ടും. അപ്പൊ നമ്മൾ അതിനകത്ത് പോയിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇവന് തന്നെ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ആ മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ്. നിങ്ങളൊരു വർക്ക് ചെയ്യുന്നു, ഞാൻ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ കയറി ഇടപെടുവാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉള്ളൂ. ഓരോരുത്തരും ചെയ്യുന്ന ഓരോ രീതിയിലാണ്. ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെയായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ചിലപ്പോൾ ഞാൻ 10 ക്വസ്റ്റ്യൻ തന്നിട്ട് ഞാൻ പറയും ഇതിൽ നിന്ന് ഏതെങ്കിലും 5 ചെയ്താൽ മതി. കാരണം കുട്ടികൾ എപ്പോഴും വർക്ക് കൂടുതലാന്നൊരു കംപ്ലൈന്റ് പല ബാച്ചിലും വരുന്നു. വളരെ കുറച്ചാ തരുന്നത്, ഞങ്ങളൊന്നും ഇത്രയും നല്ല ചെയ്തത്, ഇത് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ 10 ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 10 ക്വസ്റ്റ്യനിലൂടെ വായിച്ചു പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 5 ചെയ്താൽ മതി എന്ന് റിലാക്സ്ഡ് ആയി. പക്ഷെ ആ 10 ക്വസ്റ്റ്യൻസ് അവിടെ എടുക്കും. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതും കൂടെ ചെയ്ത് നോക്കാന്ന് തോന്നുവാണെങ്കിൽ, നല്ലതാണല്ലോ എന്ന് തോന്നുവാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് നിങ്ങളൊരു ഓപ്ഷനിൽ തരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സാറ് പറയണത് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് കോഴ്സ് പകുതിക്ക് വെച്ച് പോകുന്നത് ആക്ടിവിറ്റി കൂടിയിട്ടാണ്. നമുക്ക് ഇങ്ങനെയല്ലാതെ ഈ കോഴ്സ് നടത്താൻ പറ്റില്ല. ഞങ്ങളുടെ രീതി എന്ന് പറയാം, രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നു, മാം പറയുന്നു നിങ്ങൾ ടൗണിലേക്ക് ഇറങ്ങുക, 2 മണിക്കൂർ തരാം. ടൗൺ മുഴുവൻ കറങ്ങി കടയിലൊക്കെ കയറി ആൾക്കാരുടെ സാധനങ്ങളൊക്കെ വാങ്ങുക, എല്ലാ ആൾക്കാരെയും ഒബ്സർവ് ചെയ്യാം. ആഫ്റ്റർ 2 hours തിരിച്ചു വരിക. അത് ആ 2 hours ഉണ്ടായ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. അടുത്തുള്ളൊരു വലിയ മാളിലേക്ക് രാവിലെ പോവുക, വൈകുന്നേരം അവിടെ നിന്ന് തിരിച്ചു വരിക. അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യും. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുക, അടുത്ത ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ പോയി ഇറങ്ങുക, റെയിൽവേ ജേർണിയെ കുറിച്ച് ഒരു പ്രസന്റേഷൻ ചെയ്യുക. ഇതൊക്കെ ചെയ്യിക്കുവാണെങ്കിൽ നിങ്ങളൊക്കെ ഓടിപ്പോവില്ലായിരുന്നോ? അതിലും നമ്മുടെ ക്വാളിറ്റി ഒട്ടും കുറയുകയും ചെയ്യരുത് നമ്മുടെ കോഴ്സിന്റെ. നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുകയും വേണം. ആ രീതിയിൽ ഇങ്ങനെ മാറ്റിമറിച്ച് ഓരോന്നും പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പറയൂല മാം. ഒരു ട്രെയിനൊക്കെ പോയി നെക്സ്റ്റ് സ്റ്റേഷനിൽ വന്ന് തിരിച്ചു വരാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ വി ലൈക്ക് ടു ഡു. മാം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം. അല്ല, സമയം വേണം. പറഞ്ഞപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു 10 പേരെ മീറ്റ് ചെയ്യുന്നൊരു സർവേ ഞാൻ പറഞ്ഞില്ലേ, ഗവർണൻസ് ഇത്രയേ ഉള്ളൂ. പലതരം സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന, അത് പറഞ്ഞിരുന്നോ ഞാൻ? പല സോഷ്യൽ ലെവൽസിൽ ഒരു അസൈൻമെന്റും ആക്ടിവിറ്റിയും കൂടിയാണ് കേട്ടോ. പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന 10 ആളുകളെ കാണുന്നു. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ഹെൽത്ത് റിലേറ്റഡ് ആയതുകൊണ്ടാണ് 10 ആളുകളെ കണ്ടിട്ട് എന്താണ് ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് അവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്ത് ഒരു ഡെഫിനേഷൻ ചെയ്ത് ഒരു ചെറിയ 2-3 സെന്റൻസ് മതി, ഒരു പാരഗ്രാഫ്. പക്ഷെ നമ്മൾ 10 പേരെ കാണണം. പിന്നെ അവരോട് ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ കാണുന്നത് നല്ല യങ്സ്റ്റേഴ്സിനെ കാണണം, ജോലിക്ക് പോകുന്ന ലേഡീസിനെ കാണണം, ജോലിക്ക് പോകാത്ത വീട്ടിൽ കാര്യങ്ങൾ കാണണം. യെസ്, അതെ മേഡം, അത് എഴുതിയിട്ടുണ്ട്. അത് നോട്ട്ബുക്കിലാണ് എഴുതിയത്. സംസാരിച്ചു ആരായിരുന്നത്? ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ എന്റെ വീട്ടിൽ പോയതിനു ശേഷം എഴുതാം. അവിടെ മൊത്തത്തില് ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. ഇവിടെ ആരും ഇല്ല, ഹസ്ബൻഡിന്റെ വീടിന്റെ ഇവിടെ. അപ്പൊ അവിടെ എനിക്ക് പുറത്തിറങ്ങുന്നതിലും പ്രശ്നമില്ല, ആൾക്കാരെ കാണുന്നതിലും പ്രശ്നമില്ല. ഒരു ടൗൺ ഏരിയ ആണ്. അപ്പൊ വീട്ടിൽ ചെന്നിട്ടായിട്ട് അസൈൻമെന്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നുള്ളത്. പുറത്തേക്ക് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്നും അവർ പറയാൻ പറ്റില്ലല്ലോ. അവരോടൊക്കെ ഞാൻ മാളിൽ പോയിട്ട് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പുറത്തോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയില്ല. എന്റെ കാലിന് ചെറിയ ഇഷ്യൂ ഉള്ളത് കൊണ്ട് പുറത്തോട്ട് പോകത്തില്ല. നമുക്ക് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പാടാണ് അല്ലെ. ഇത് എന്ന് വെച്ചാൽ പ്രസന്റേഷൻ ഒക്കെ ഇംഗ്ലീഷിലാണ് കേട്ടോ. അതെല്ലാം അതുകൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും. നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം ഈ ഹോൾ ഡേയിലെ കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ നാട്ടുകാരെ മുഴുവൻ നമ്മൾ വായി നോക്കി നടക്കണ്ടേ. അപ്പൊ കംപ്ലീറ്റ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്യും. നമ്മുടെ ഒബ്സർവേഷൻ പവർ കൂടും. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ. കാരണം കുട്ടികൾ തന്നെത്താനെ ചെയ്തു, നമ്മുടെ ജോലി കഴിഞ്ഞു എന്നല്ല, നമ്മൾ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം.
നമ്മൾ എന്നിട്ട് ടീച്ചിങ് മാനുവൽ എഴുതണം. എത്രാമത്തെ ട്രയലിലാണ് അവനത് ശരിയായത്, എത്ര സമയമെടുത്തു ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ, അവൻ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു, ലാസ്റ്റ് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവൻ ആ ടാസ്ക് ചെയ്യാൻ എത്ര ടൈം എടുത്തു. പിറ്റേ ദിവസവും വന്നിട്ടും ഇവൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ സമയത്തും ഇവൻ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു, എത്ര ടൈം എടുത്തു, ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമുക്ക് നല്ല പോലെ ഒബ്സർവേഷൻ സ്കില്ല് വേണമെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ നാട്ടുകാരെ പോയി വായി നോക്കണം, അവിടെ ഇവിടെയൊക്കെ കറങ്ങണം. അതുകൊണ്ടാണ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് വന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ് കേട്ടോ. നമുക്ക് ആ പവർ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര രസം. അത് ആ ഒരു ഒബ്സർവേഷൻ സ്കില്ല് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളുകള് പറയാതെ തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാവും. അതല്ലേ ഒരു ടീച്ചർക്ക് വേണ്ടേ? മുന്നിലിരിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ എന്തോ സങ്കടം ഉണ്ട്, അത് അവൻ പറയാതെ തന്നെ നമ്മൾക്ക് അറിയാൻ പറ്റണ്ടേ. കുട്ടി വേണ്ട, നമ്മുടെ വീട്ടിലുള്ളവർ മതി, തൊട്ടടുത്ത വീട്ടില് നമ്മുടെ ഫ്രണ്ട്സിന് എന്തോ ഒരു വിഷമം നമുക്ക് അവരെ ഒബ്സർവ് ചെയ്തപ്പോ മനസ്സിലായി, അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിന് മനസ്സിലായി, ഇടപെടാലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ കേൾക്കാൻ ആളില്ലാത്തതാണ് ഭയങ്കര ഒരു പ്രയാസം. അതുപോലുള്ളവർക്ക് അതിനുള്ള സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങള്. റെക്കോർഡിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ വേണ്ട. കുറേശ്ശായിട്ട് ഓരോന്നായിട്ട്, അല്ലെങ്കിൽ 2 എണ്ണം ഒരുമിച്ച് പറ്റുന്നത് അങ്ങനെ പറഞ്ഞു തരുള്ളൂ. സമയമെടുത്ത് എഴുതുക. ഏറ്റവും അവസാന നിമിഷത്തേക്ക് വയ്ക്കരുത്. കാരണം നമ്മൾക്കറിയാം, നമ്മൾ ഒത്തിരി ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു പേഴ്സണൽ എമർജൻസി നമ്മുടെ വീട്ടിൽ നമുക്കല്ല ആർക്കെങ്കിലും വന്നാൽ പോലും നമ്മൾ നമ്മുടെ കാര്യം മാറ്റി വെച്ചിട്ട് അതിലേക്ക് പോകും. ആ ഒരു മനസ്സാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മുടെ വർക്ക് പെൻഡിങ് ആവും. അപ്പൊ ചിലര് ചെയ്യാൻ പറ്റില്ല, കോഴ്സ് അങ്ങ് നിർത്തിയേക്കാന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കരുത്. ഒന്ന് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം എന്നെ, അല്ലെങ്കിൽ PRA. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. കാരണം നിങ്ങൾ നെക്സ്റ്റ് ബാച്ചിലേക്കൊക്കെ മാറാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് ചെയ്തില്ല, വൈവയ്ക്ക് എനിക്ക് മാർക്ക് കുറയും, ടീച്ചർ വഴക്ക് പറയും. എനിക്ക് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നെ വഴക്ക് പറയൂ, എന്തോന്ന് അയച്ചു തന്നിട്ട് ഇത് ശരിയാണോ, മിസ് എന്നെ വഴക്ക് പറയില്ലേന്നോ, എന്നെ വഴക്ക് പറയുമോ, അങ്ങനെ മെസ്സേജ് ആരെയും ക്ലാസ്സിൽ നിന്നാണോ? മിസ്സേ, ആ. വൈവയ്ക്ക് മിസ് പറഞ്ഞു. വൈവയ്ക്ക് മിസ് തന്നെയാവോ? ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും. ഞങ്ങള് 3 പേരല്ലേ വരുന്നത്, ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി ടീച്ചർമാരൊക്കെ തന്നെയായിരിക്കും വൈവ എടുക്കുന്നത്. ടീച്ചേഴ്സ് ഫ്രീ ആകുന്ന ടൈം അനുസരിച്ച് സ്ലോട്ട് ഇടും. അത് ഇങ്ങനെ നമുക്കൊരു എത്ര കുട്ടികളുണ്ടോ അതിനനുസരിച്ച് 20-25 ഡേയ്സ് അങ്ങനെ പോകും. വൈവയുടെ കാര്യങ്ങൾ പിന്നെ പറയാം, കുഴപ്പമൊന്നുമില്ല. അതിനെ പറ്റി ഓർത്ത് ടെൻഷൻ ആവണ്ട. വൈവ കഴിയുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ടെൻഷൻ പിടിച്ച് വരുന്നവരെല്ലാരും അത് തന്നെ പറയണം. കാരണം അങ്ങനെ സാറ് ജയദേവ് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പിള്ളേരെ ബുദ്ധിമുട്ടിക്കരുത്. അത് ഒട്ടും ഞാൻ ചെയ്യില്ല. കാരണം എന്നെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത വൈവ ഞങ്ങളുടെ ടീച്ചർ ആവില്ല, പുറത്ത് വേറെ സെന്ററിലെ ടീച്ചറായിരിക്കും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അവര്. നമ്മളിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിച്ചു. 1.5 മണിക്കൂറായിരുന്നു ഞങ്ങൾക്ക് വൈവ. നിങ്ങൾക്ക് 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. ഓൺലൈനായിരിക്കും. വൈവ എടുക്കുന്ന ടീച്ചറും കുട്ടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. വൈവയിലുണ്ടായ കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യൊന്നുമില്ല. മാർക്ക് എൻട്രി ചെയ്ത് പോവുകയുള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിലാവോ ചോദിക്കുക വൈവയില്? അങ്ങനെയില്ല. കുട്ടി ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കും. നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ അതിനനുസരിച്ചാണ് വൈവ ചെയ്യാൻ. അതിന് മാർക്ക് കുറയ്ക്കുന്നില്ലല്ലോ മലയാളത്തിൽ പറഞ്ഞാൽ? അങ്ങനെയൊന്നുമില്ല. സാധാരണ ഓഫ്ലൈനിൽ ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ എങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. നിർബന്ധമായിരുന്നു അത്. ആദ്യത്തെ 1 വീക്ക് മാത്രമാണ് മലയാളം സംസാരിക്കാൻ സമ്മതിക്കുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് കമ്പൽസറി. അത് കാരണം നമുക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നും, വലിയ വൊക്കാബുലറി ഒന്നും ആയില്ലെങ്കിൽ പോലും ഒരാൾ സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാകും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നും. ഇംഗ്ലീഷ് വളരെ എളുപ്പമുള്ള ലാംഗ്വേജ് ആണ്. നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ആ പേടി തോന്നുന്നത്. മലയാളം അക്ഷരങ്ങളെക്കാൾ അക്ഷരത്തിന്റെ അത്രയും പോലും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇല്ല അല്ലേ? ഇപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ അത് റിലേറ്റഡ് ഉണ്ടോ? പ്രസന്റേഷന് വേണ്ടിയിട്ട് ആരൊക്കെയോ റെഡി ആയിരുന്നല്ലേ? കുറച്ച് സമയമുണ്ട്. 2 പോയിന്റ് വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാൻ തോന്നുന്നു. എന്താ വേണ്ടേ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അസൈൻമെന്റ് ലിസ്റ്റ് ചെയ്യാൻ തരാം. നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചോളൂ. ഓക്കെ.
ഹലോ മിസ്, ഈ ചെയ്ത അസൈൻമെന്റ് ഇല്ലേ, ഇപ്പൊ ആദ്യം ഫിസിക്കൽ ഫിറ്റ്നസ് വെൽനെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്തു. ഇപ്പൊ മിസ് രണ്ടാമതൊരു അസൈൻമെന്റ് പറഞ്ഞു, അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണോ? അത് പിന്നീടേക്ക് ചോദിക്കും അത്? വൈവ സമയത്ത് കാണിക്കാനൊന്നും ഞാൻ പറയാറില്ല. ഞാൻ ജസ്റ്റ് ചോദിക്കും, നിങ്ങൾ അത് ചെയ്തപ്പോ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് അസൈൻമെന്റിനെ പറ്റി ഒന്ന് പറയാമോ? 10 പേരെ കണ്ട് ഇതെല്ലാം ചോദിച്ചപ്പോ എന്താണ് മനസ്സിലാക്കിയത്, അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അത് കാണിച്ചു തരുമെന്നൊന്നും ഞാൻ പറയാറില്ല. ടീച്ചേഴ്സ് ആരും അങ്ങനെ ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ചിലരെങ്ങാനും അവര് തന്ന അസൈൻമെന്റ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ നോട്ടോ, ഞാൻ മറ്റുള്ളവരെങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ല. ഞാനത് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതപ്പോ ഇങ്ങനെ ശരിക്കും സൂക്ഷിച്ചു വെക്കണോന്ന് അറിയാൻ വേണ്ടിട്ടാ. സൂക്ഷിച്ചു ടീച്ചേഴ്സ് ആയിരിക്കില്ലേ വൈവയുടെ സമയത്ത്? ഇല്ല, നമുക്ക് നമ്മളുടെ തന്നെയുള്ളൂ കേട്ടോ, പുറത്തുനിന്ന് ആരെയും വിളിക്കാം. ഓക്കെ ശരി, സന്തോഷം. മാം, ഈ റെക്കോർഡ് ബുക്കിന്റെ ബാക്കിൽ QR കോഡ് ഇല്ലേ, അതിലൊന്ന് ഈ സെയിം അപ്പാരറ്റസിന്റെ ഇത് PDF കിട്ടുന്നതാണോ? എന്താന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്കാൻ ചെയ്തപ്പോ എന്താ കാണുന്നത്? വീഡിയോസും ഉണ്ട് തോന്നുന്നു. വീഡിയോസ് ഉണ്ട്, ബട്ട് ചിലതിൽ വരുന്നത് നോ വീഡിയോസ് എന്നും വരുന്നുണ്ട്. എന്തെങ്കിലും പ്രോസസ്സിംഗിലാണോ എന്നറിയില്ല, ചോദിച്ചു നോക്കാം. ഓക്കെ, ഒരു QR കോഡില് മെയിൻ ഈ മോണ്ടസറി അപ്പാരറ്റസിന്റെ പിക്ചേഴ്സും ഇതൊക്കെ തന്നെ വന്ന്. അപ്പോ ഇതിൽ തന്നെ ഉണ്ട് അല്ലെ, റെക്കോർഡ് ബുക്കിന്റെ ബാക്കിൽ തന്നെ എല്ലാം. മിസ്, ആ 5 റെക്കോർഡ് ബുക്കും സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ചാണ് അത് ചെയ്യേണ്ടത്. ഞാൻ 2 റെക്കോർഡ് ബുക്ക് വാങ്ങിച്ചോളൂ, ബാക്കി 3 വാങ്ങിച്ചില്ല. ഞാൻ അവിടെ ഓഫീസിൽ, എന്റെ വീട് അടുത്ത, എനിക്ക് 1 മണിക്കൂർ വന്ന് വാങ്ങിച്ചു. അപ്പൊ എനിക്ക് അന്നേരം ഇത്തിരി ഞാൻ 2 വാങ്ങിച്ചു എന്നുള്ളൂ ചെയ്ത് തുടങ്ങിട്ടപ്പോ. ഫുൾ പ്ലെയിൻ ആണോ അതോ ഒരു സൈഡ് വരയിട്ടത്? ഇല്ല, ഇതുപോലെ തന്നെ ഒരെണ്ണം ലൈൻ ഉള്ളതാ, റൂൾഡ് ആണ്. അത് സ്റ്റോറി ബുക്കാന്ന് തോന്നുന്നു. രണ്ടാമത്തെ മാം ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, അതെന്തോ പിക്ചർ പേസ്റ്റ് ചെയ്യണയാന്ന് തോന്നുന്നു. പിക്ചർ പേസ്റ്റ് ചെയ്യാനുള്ളതാണ് ഞാൻ പ്ലെയിൻ പറഞ്ഞത്. കാരണം പിക്ചർ അധികം ഉള്ളത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈ ലൈനിന്റെ മുകളില് ചിലർക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, നല്ലപോലെ വരയ്ക്കുന്നവരുണ്ടാവും. അവർക്ക് ഇങ്ങനെ പിക്ചർ വാങ്ങിച്ച് പേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വരയ്ക്കാനായിരിക്കും താല്പര്യം. ഈ ലൈനിന്റെ മുകളിലൂടെ വരയ്ക്കുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല പിക്ചർ കാണാനായിട്ട്. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അപ്പാരറ്റസിന്റെ ആ PDF അത് ഫുൾ നമ്മള് കളർ പ്രിന്റ് എടുക്കണോ? അത് ഫുൾ എടുക്കണോ? ഒരു 12 പേജിന്റെ അത് ഫുൾ എടുത്തിട്ട് 12 പേജ് നിങ്ങൾ എടുക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു പേജില് ഒരു 4, അതായത് നമ്മൾ എഴുതിയത് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എഴുതിയത് പിങ്ക് ടവർ 2 മെറ്റീരിയൽ ഞാൻ ജസ്റ്റ് പറയുവാണെങ്കിൽ പിങ്ക് ടവർ ബ്രൗൺ സ്റ്റെയർ, ഈ 2 മെറ്റീരിയലാണ് റൈറ്റ് സൈഡിൽ എഴുതിയപ്പോ വന്നത്. നിങ്ങൾക്ക് ലെഫ്റ്റിൽ ഒട്ടിക്കാൻ ഇതിന്റെ 2ന്റെ പിക്ചർ മതി അല്ലേ? പക്ഷെ നമുക്ക് കുറെ പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളൊരു A4 സൈസിലാണ് പ്രിന്റ് ഔട്ട് വരുന്നത്. അതില് ഫുൾ പിങ്ക് ടവറിന്റെ മാത്രം എടുത്തിട്ട് പ്രിന്റ് എടുക്കരുത്. 4ഓ 5ഓ പിക്ചേഴ്സ് ചെറുതായിട്ടൊക്കെ ഒന്ന് അലൈൻ ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കണം. മിസ്, അതിന് ഇൻട്രൊഡക്ഷൻ തരും, അത് എങ്ങനെ എഴുതണ്ടേന്നൊക്കെ. അത് നമ്മൾ എങ്ങനെ എഴുതും? ആ റെക്കോർഡാണോ? അത് ഓർഡറിൽ എഴുതിയാൽ മതി. ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഡോക്ടർ മോണ്ടിസോറിയെ കുറിച്ച് പറയാനുണ്ട്, കുറച്ച് കാര്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, PDF ഉള്ളത് എല്ലാം എഴുതണ്ടേ മാഡം? എല്ലാം എഴുതണം. അത് പെട്ടെന്ന് തീരും. പിന്നെ പറഞ്ഞല്ലോ, ഓരോ ഏരിയ തിരിച്ചിട്ടുണ്ട്, 5 ഏരിയ. 29 പേജുകൾ കാണിക്കുന്നുണ്ട്. അത് ബുദ്ധിമുട്ടാണോ? വളരെ ഷോർട്ടാക്കിയേക്കും അത്. മാം, റെക്കോർഡ് ബുക്ക് വാങ്ങിക്കുമ്പോ അതിന് ഏകദേശം എത്ര പേജിന്റെ റെക്കോർഡ് ബുക്ക് വാങ്ങിക്കണം? ഒരു 120 പേജിന്റെ റെക്കോർഡ് ബുക്ക് കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. 100 to 120 പേജ്. പിന്നെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ സൈസും കൂടെ മനസ്സിലോട്ട് വേണം വാങ്ങിക്കാൻ. ഒത്തിരി വലുതായിട്ടൊക്കെ എഴുതുന്നെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് ലൈൻ ഇട്ടതും ഒരു സൈഡ് എംപ്റ്റി ആയിട്ടുള്ളതും അങ്ങനത്തെ വാങ്ങിക്കാം അല്ലെ? 5ഉം അങ്ങനത്തെ വാങ്ങാനായിട്ട് ഞാൻ പറയില്ല. കാരണം എന്താന്ന് വെച്ചാലേ, നമുക്ക് രണ്ട് റെക്കോർഡ് ഫുൾ പ്ലെയിൻ ഉള്ളതും ബാക്കി 3 ഒരു സൈഡ് ലൈൻ ഉള്ളതും മറ്റേ സൈഡ് ലെഫ്റ്റ് പ്ലെയിനും വാങ്ങിയാൽ നന്നായിരിക്കും. കാരണം ആ പറഞ്ഞ 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡില് ഫുൾ പിക്ചേഴ്സാ. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ചിലപ്പോൾ ഒട്ടിക്കും. അതുകൊണ്ടാണ് അത് പ്ലെയിൻ ആക്കാൻ പറ്റുന്നത്. അതിനകത്ത് എഴുതാനൊന്നുമില്ല.
ആ. എഴുതാനുള്ളത് മാഡം, എഴുതാനുള്ളത് 2 3 എഴുതാനുള്ളത് 3 ഒരു അതായത് സ്റ്റോറി, ഒരു ആ റൈം, പിന്നെ ഈ മോണ്ടസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞ PDF തന്നിട്ടില്ലേ അത്. ആ അതെ, അതിനെ കുറിച്ചിട്ട്. അപ്പൊ 3 റെക്കോർഡ്സ് എഴുത്തിന് മാത്രമായിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അത് അങ്ങനെയുള്ളതിന് പിന്നെ നമുക്ക് രണ്ട് സൈഡിലും ലൈൻ ഉള്ളത് എടുത്തൂടെ? അതിൽ ഒട്ടിക്കാനില്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറ്റുമോ? റെക്കോർഡ് ബുക്ക് 2 സൈഡും ലൈൻ ആയിട്ട് കിട്ടില്ല എന്ന് തോന്നുന്നു. ഉണ്ടോ അങ്ങനത്തെ റെക്കോർഡ് ബുക്ക് ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഈ സ്റ്റോറി റൈമിന് നമുക്ക് പിക്ചർ വേണം. നിങ്ങൾ ഒരു ആമയുടെ എഴുതുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒട്ടിക്കണം. ഓക്കെ ഓക്കെ. എന്താണോ അപ്പൊ അതിലെ ആ ബുക്ക് മൊത്തം സ്റ്റോറി റൈമാണോ എഴുതണ്ടേ? ഒരു റെക്കോർഡിൽ ഫുൾ സ്റ്റോറി, ഒരു റെക്കോർഡിൽ ഫുൾ റൈം. അല്ല, അത് എത്ര എണ്ണം ഉണ്ടോ മാഡം? ഇത്ര സ്റ്റോറി, ഇത്ര റൈം അങ്ങനെയുണ്ടോ? 100 100 ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചു. ഇത്രയും സ്റ്റോറീസ് നമ്മൾ തന്നെ ഉണ്ടാക്കണോ മിസ്സേ? പിന്നെ നോക്കിയ എത്ര കഥാകാരികളൊക്കെ ചിരിക്കാൻ പോവും ഇവിടെ. കാണിച്ചു കേട്ടോ. അത് കഴിയുമ്പോ നിങ്ങൾ ചോദിക്കും എന്നോട്, കുറച്ചും കൂടെ എനിക്കറിയാം, അതും കൂടെ ഞാൻ എഴുതി വെച്ചോട്ടെ എന്നൊക്കെ എന്നോട് ചോദിക്കും. കാണാലോ അല്ലേ? ഞാൻ നമ്പർ ഇട്ടേക്കണേ, ABCD എന്ന് പറഞ്ഞ നമ്പർ ഇട്ടേക്കണേ. എത്ര M വരെ ആവുമ്പോ എത്ര എണ്ണം ഉണ്ടാവും? 15 ആണോ? 13. ആ യെസ്. ഇതാണ് റൈംസ്. ഇത്രയും. പക്ഷെ റൈംസ് ഒരു തീമിന് 2 എണ്ണം എഴുതണം. ഇതിൽ കൂടുതൽ തീം എനിക്ക് മനസ്സിലുണ്ട്, ഞാൻ എഴുതിക്കോട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. 26 എണ്ണെങ്കിലും വേണ്ടി വരും അല്ലെ? ഏതാ? മിനിമം ഒരു 26 എണ്ണെങ്കിലും വേണ്ടി വരും അല്ലെ? അത് എഴുതാൻ പറ്റും, നോ പ്രോബ്ലം. ഞാൻ എഴുതിയതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു മോഡൽ കിട്ടും. പിന്നെ സ്റ്റോറി ഓരോന്ന് മതി കേട്ടോ. ടീച്ചർ അതെങ്ങനെ സ്വന്തമായിട്ട് എഴുതണോ? അതെ, സ്റ്റോറിയിൽ 2-3 എണ്ണം നിങ്ങൾക്ക് ഉള്ള കഥകൾ എടുക്കാം. അതായത് ഹിസ്റ്റോറിക്കൽ മിത്തോളജി സ്റ്റോറി എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇവിടെ കണ്ടു. ചരിത്രപരമായ കഥയൊന്നും നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ആരുടെയെങ്കിലും എഴുതാം. രാമായണോ മഹാഭാരതോ. ഞാൻ തെന്നാലി രാമനെ കുറിച്ച് എഴുതിയത്. പിന്നെ ഉള്ളത് സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ് തരുന്ന കഥ. അതും നമുക്ക് ഏതെങ്കിലും നടന്ന കഥകൾ എടുക്കാം. ഞാൻ എക്സ്റേ കണ്ടുപിടിച്ച റോൺജൻ, ആ കഥയാണ് ഞാൻ എഴുതിയത്. പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസും ഗ്രേറ്റ് പീപ്പിൾ, അതും നമുക്ക് എവിടെന്നെങ്കിലും എടുക്കാം. ആവശ്യമില്ല, കാരണം ജീവിച്ചിരുന്ന ഒരാളെ കുറിച്ച് നമ്മൾ എഴുതേണ്ട കാര്യം. ഞാൻ അംബേദ്കറിനെ കുറിച്ച് എഴുതിയത്. പിന്നെ ഇവിടെ ഒരു നൊമാഡ് സ്റ്റോറി ഉണ്ട്, അതായത് നാടോടി കഥ. അതും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യായിരുന്നു. നൊമാഡായ ഒരു കുട്ടിയെ കുറിച്ചുള്ള കഥയാണ് ഞാൻ എഴുതിയത്. ജാപ്പനീസ് നാടോടി കഥ, ചൈനീസ് നാടോടി കഥ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളത് എടുക്കാം, നോ പ്രോബ്ലം. ഇതാണ് സ്റ്റോറി ഓരോന്ന് മതിയേ. പിന്നെ എന്താ വെച്ചാൽ നോവൽ എഴുതണം, ഡ്രാമ എഴുതണം. ഇപ്പോഴേക്കും കോഴ്സ് ആദ്യം തന്നെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്. ഭയങ്കര രസമാണ് അത് എഴുതി എഴുതാനിരിക്കുമ്പോൾ ഇത് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കഥകൾ വന്നോണ്ടിരിക്കും. ഇനി ഓർഡറിൽ എഴുതണമെന്നില്ല. ചിലപ്പോ എന്താ പറയാ, സ്റ്റോറി സോങ് ആയിരിക്കാം ആദ്യം കിട്ടുന്നത്, അപ്പൊ അത് എഴുതി വെക്കാം. പിന്നെ ഓർഡർ വേണമെന്നില്ല. മറ്റേ റൈമിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ഓർഡർ വേണമെന്നില്ല. പക്ഷെ ഇപ്പൊ പ്രെയർ സോങ് എഴുതുവാണ്, 2 എണ്ണം ഉണ്ട്. അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വേറൊരു സോങ് എഴുതി വെക്കാം. മാഡം സ്റ്റോറിക്ക് മാത്രമായിട്ട് ഒരു റെക്കോർഡാണ് പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ സ്റ്റോറി എഴുതാൻ പറ്റും? എങ്ങനെയാണ്? അല്ല, റൈമിന് മാത്രമായിട്ട് ഒരു റെക്കോർഡ് ബുക്ക് വേണമെന്നല്ലേ പറഞ്ഞേ? അതെ,
ഇതാണ് 5 റെക്കോർഡ് ബുക്ക് കേട്ടോ. മാം ഈ ഡീറ്റെയിൽസ് ക്ലാസ് ഇതില് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾക്ക് മെല്ലെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നന്നായിരുന്നു. ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കായിരുന്നു മാഡം PDF അയച്ചു തരാം. ഓരോ പേജിലും ഓരോ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ആണ്. 5ാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് മാത്രമില്ല, കാരണം അത് നിങ്ങൾക്ക് ഓൾറെഡി PDF ഫുൾ വന്നിട്ടുണ്ട്. 4 റെക്കോർഡ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഓരോ പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മിസ് കഥ എഴുതുമ്പോ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് ചിത്രങ്ങൾ വരയ്ക്കാനോ ഒട്ടിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റുമോ? ഇല്ലിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പിക്ചറാണ്. ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്, അതായത് നമ്മൾ എഴുതുന്ന റൈം എന്താണോ അതിനനുസരിച്ചുള്ള പിക്ചർ ലെഫ്റ്റ് സൈഡിലോട്ടിരിക്കണം. മേഡം, ഈ മൈ കളക്ഷൻ ബുക്ക് എന്നുള്ളത് എന്താണ്? അത് ഞാൻ പറഞ്ഞില്ലേ, കുറെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കുക. ഡൊമസ്റ്റിക് അനിമൽസ്, വൈൽഡ് അനിമൽസ്, ഹോം അപ്ലയൻസസ്, അങ്ങനെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കില്ലേ, പിക്ചർ കാണിച്ച ഓരോന്നും, അതിന് പറ്റിയ ഒരു റെക്കോർഡാണ്. അതിൽ 2-3 കാര്യങ്ങൾ എഴുതാൻ അതിനുശേഷമാണ് കളക്ഷൻ വരുന്നത്. ഈ റൈം ഇംഗ്ലീഷിലാണോ അതോ മലയാളം? ഇംഗ്ലീഷിലാണ്. റൈം ഇംഗ്ലീഷിലാണല്ലേ? മാർക്കാണ് വൈവയ്ക്ക് നമുക്കുള്ളത്? ഒരു സബ്ജക്റ്റിന് എത്ര മാർക്കാണ് വൈവയ്ക്ക്? ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് നിങ്ങൾക്ക് വന്നിട്ടില്ലേ? PDF തിയറിയും പ്രാക്ടിക്കലും 500 മാർക്ക് കാണിക്കുന്നുണ്ട്. 500 500 മാർക്ക്. ഡിപ്ലോമക്കാർക്ക് 500, PG-കാർക്ക് 600, പ്ലസ് ഒരു സെമിനാറും കൂടെ PG-കാർ എടുക്കണം. അതിൽ നമ്മുടെ ഈ റെക്കോർഡ് മാത്രമാണോ മാഡം മസ്റ്റ് ആയിട്ടുള്ളത്? അതല്ല ഇപ്പൊ നമുക്ക് തരുന്ന അസൈൻമെന്റ്സ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ തരുന്നില്ല, ആക്ടിവിറ്റീസ്? മാർക്ക് എന്ന് പറയണത് 5 സെഷനാണ്. ഒരെണ്ണം ഈ മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾ ചെയ്യില്ലേ, ഡെമോ കാണുന്നത്, ആ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നാണ്. ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്ക്, വൈവ എന്ന് പറഞ്ഞ പ്രസന്റേഷൻ, ആ ഓവറോൾ വൈവയിലെ പ്രസന്റേഷൻ, അതിന് 50 മാർക്ക്, അങ്ങനെ 100 മാർക്ക് വരും. പിന്നെ റെക്കോർഡ്സ് 5 റെക്കോർഡിന് കൂടെ 100 മാർക്ക്. പിന്നെ അസൈൻമെന്റ്സും സർവേയും, അസൈൻമെന്റ്സിന് 50, സർവേക്ക് 50, അങ്ങനെ 100 മാർക്ക്, 400ആയി. പിന്നെ ടീച്ചിങ് മെറ്റീരിയൽസ് ചെയ്യാനായിട്ട് പറഞ്ഞില്ലേ, സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ്, അങ്ങനെയൊക്കെ ഓരോന്നും, അതിന് 100 മാർക്ക്. അങ്ങനെയാണ് 500 മാർക്ക് വരുന്നത്. PG-കാരാകുമ്പോ PG-യുടെ പോർഷനിൽ ഒരു ടോപ്പിക് സെമിനാറും കൂടെ എടുക്കണം, 600 ആവും. വൈവ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം കാണിക്കണോ? റെക്കോർഡ് കാണിക്കാനൊന്നും ഞാൻ പറയാറില്ല. കുട്ടികൾ അതെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചിലപ്പോ ചിലരിങ്ങനെ മറിച്ചൊക്കെ കാണിക്കും. ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തെ കാര്യം ചോദിക്കും. അപ്പൊ അത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വാല്യൂ ചെയ്യും. നമുക്ക് അത്രയ്ക്ക് സമയമല്ലേ. ഈ PG ചെയ്യുമ്പോ അതിന് വേറെ സെമിനാർ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു സെമിനാർ ബുക്ക് മേടിക്കണം, അവിടെ തന്നെ ഓഫീസിൽ തന്നെ മേടിക്കണം? സെമിനാർ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാം, പേപ്പറിൽ എഴുതാം. അതിന് ഓഫീസിൽ സെമിനാറിന് ബുക്കൊന്നും ഇല്ല, റെക്കോർഡ് മാത്രമേ ഉള്ളൂ 5 എണ്ണം. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റും. മാഡം 1-to-1 ആയിട്ടായിരിക്കൂലേ നമ്മളെ ഓൺലൈൻ എക്സാം നടക്കുക? അതോ ഇങ്ങനെ വൈവയാണോ? വൈവ. അതെ അതെ, 1-to-1. ഓക്കെ. ഈ എക്സാം എല്ലാം ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാം? അപ്പൊ നമ്മൾ മോക്ക് ടെസ്റ്റ് വഴിയാണോ അത് എങ്ങനെയാ? എക്സാം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് തരില്ലേ, അതുപോലെ തന്നെ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ആണ് തരുന്നത്. പിന്നെ അത് എക്സാം എഴുതാനായിട്ട് ക്ലാസ് റൂമിന്റെ ഗൂഗിൾ മീറ്റ് ലിങ്ക് ഉള്ള പോലെ തന്നെ എക്സാമിന് ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ഉണ്ടാവും. അതിൽ വീഡിയോ ഓൺ ചെയ്ത് ഓഡിയോ മ്യൂട്ട് ചെയ്തിരുന്ന് എക്സാം എഴുതും. എക്സാം ഹോളിൽ ഇരുന്ന് എഴുതുന്ന പോലെ തന്നെ ചെയ്യാം. അത് എക്സാമിന്റെ ടൈം ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരും. ഓക്കെ. നെറ്റ്വർക്കിൽ വല്ല പ്രശ്നവും വന്നിട്ട് എന്ത് ചെയ്യും? എന്തോ എക്സാം എഴുതുന്ന സമയത്ത് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു, വാട്ട് വിൽ ഡു? എക്സാം എഴുതുന്ന സമയത്ത് നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈഡിലുള്ള പ്രശ്നമുള്ളൂ. നമുക്ക് ചെയ്യാം, എന്തെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റും. 10 മിനിറ്റ് മതിയാവും എക്സാം എഴുതാൻ. അപ്പൊ കറക്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇരിക്കുക. പിന്നെ അതൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്നെ ആ സമയത്ത് ഇൻഫോം ചെയ്യും. നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാ എക്സാം. മെയിൽ ആയിരിക്കില്ലേ മാഡം എക്സാം വരുന്നത്? മെയില്
മെയ് കോഴ്സ് തുടങ്ങി ഒരു 10 മാസം വരെ ഒന്ന് ആലോചിച്ച് 7 മാസം വരും. ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ഏപ്രിൽ മെയ്. ഏപ്രിൽ ലാസ്റ്റ് മെയ് ആദ്യമൊക്കെ ആയിട്ട് വരും. ഓക്കെ ഓക്കെ. അന്ന് ഡൗട്ട് ക്ലിയറൻസ് ആയിരുന്നല്ലേ? ഓക്കെ, ഇനിയൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ മാഡം, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. 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 താങ്ക് യു മാം.